ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം വായിക്കുമ്പോൾ എനിക്ക് വലിയ സങ്കടം തോന്നാറുണ്ട്. കാരണം ദൈവത്തോട് കൂടെ വസിക്കാൻ, ദൈവത്തോട് കൂടെ നടക്കാൻ, ദൈവ സാന്നിധ്യം അനുഭവിപ്പാൻ വേണ്ടി വിളിക്കപ്പെട്ട ജനം ഇതാ പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ട്, അവൻ ദൈവത്തോട് കൂടെ നടക്കാൻ വിളിക്കപ്പെട്ട് സൃഷ്ടിക്കപ്പെട്ട ജനം ദൈവത്തെ പോലെ ആകാൻ പരിശ്രമിച്ചതിൻ്റെ അനന്തരഫലം അവർ തോട്ടത്തിനകത്തുനിന്ന് വെളിയിലേക്ക് പോകുകയാണ്. പിശാച് അവിടെ വിജയശീലാളിതനായി നിൽക്കുക 3-ാം അധ്യായത്തിൻ്റെ മധ്യഭാഗം വരുമ്പോൾ. എന്നാൽ നമുക്കെല്ലാം സന്തോഷം തരുന്ന ആ ഒരു വാക്യം അധ്യായം തീരുന്നതിന് മുൻപുണ്ട്. അത് 3-ാം അധ്യായം 15-ാമത്തെ വാക്യമാണ്. ആ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും. അവൻ നിന്റെ തല തകർക്കും, നീ അവൻ്റെ കുതികാൽ തകർക്കും. ആമേൻ. അങ്ങനെയാണെങ്കിൽ ഇതാ 15-ാം വാക്യത്തിൽ വേദപുസ്തകത്തിൽ ആദ്യത്തെ പ്രവചന ശബ്ദം ഉയരുകയാണ്. പരാജയപ്പെട്ട മനുഷ്യൻ തല താഴ്ത്തി നിൽക്കുമ്പോൾ, വിജയശീലാളിതനായി ശത്രു തല ഉയർത്തി നിൽക്കുമ്പോൾ, തല ഉയർത്തി നിൽക്കുന്ന ശത്രുവിൻ്റെ തല കടിക്കുന്ന രീതിയിൽ ആരംഭ പ്രവചന ശബ്ദം ഉയർന്നു വരുന്നു. ആ പ്രവചന ശബ്ദം ഇതാണ്: ഒരു സ്ത്രീയുടെ സന്തതി ഇതാ ജനിച്ച് പുറത്തു വരും, അവൻ നിന്റെ തല തകർത്തിരിക്കും. ഇന്ന് രാവിലെ സമയം ഈ തിരുവചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ദൈവജനത്തോട് ആത്മാവിൽ ഞാൻ ദൂത് കൈമാറുന്നു. എവിടെയെല്ലാം ശത്രു നിനക്കെതിരെ വിജയശീലാളിതനായി എഴുന്നേറ്റ് നിൽക്കുന്നു എന്ന് തോന്നുന്നുവോ, അതിൻ്റെ നടുവിൽ തന്നെ വിശ്വാസത്തിൻ്റെ പ്രത്യാശയുടെ വാഗ്ദത്തത്തിൻ്റെ വാക്ക് തന്ന് നിന്നെ എഴുന്നേൽപ്പിച്ച് ശക്തീകരിക്കാൻ ഒരു ദൈവമുണ്ടെന്ന് ദൈവസഭയും ദൈവമക്കൾ തിരിച്ചറിയുക. മറന്നു പോവരുത്. ഒരൊറ്റ വാഗ്ദത്തം മതി കാലാകാലങ്ങൾ ജീവിക്കാൻ. ഒരൊറ്റ വാഗ്ദത്തം മതി. നിങ്ങൾക്ക് കേൾക്കണമോ? ഉൽപ്പത്തി പുസ്തകം 3:15 ആരംഭ വാഗ്ദത്തം മതിയായിരുന്നു. കാലഘട്ടങ്ങൾ കാത്തിരിപ്പിൻ്റെ ഒരു വലിയ വിശ്വാസത്തിലേക്ക് നീങ്ങുന്നത്. നോക്ക്, ഇരുണ്ട കാലഘട്ടമായ 400 വർഷത്തിൻ്റെ ചരിത്രം കഴിഞ്ഞു. ആമൻ. ജനം കാത്തിരുന്നത് ആർക്ക് വേണ്ടിയാണ്? ഒരൊറ്റ മനുഷ്യന് വേണ്ടിയാണ്. എന്തിനു വേണ്ടിയാണ് കാത്തിരുന്നത്? വാഗ്ദത്തത്തിന് വേണ്ടിയാണ് കാത്തിരുന്നത്. എന്നാൽ 3-ാം അധ്യായത്തിൻ്റെ ആരംഭത്തിൽ വിജയശീലാളിതനായി പിശാച് തല ഉയർത്തി നിന്നെങ്കിലോ, തല ഉയർത്തി പിശാച് ചില കാര്യങ്ങൾ അട്ടഹസിച്ചെങ്കിലോ, 3-ാം അധ്യായത്തിൻ്റെ ഒടുവിൽ പ്രവചന ശബ്ദം മുഴങ്ങിക്കൊണ്ട് പറയുന്നു: ഒരു സ്ത്രീയുടെ സന്തതി നിനക്ക് വേണ്ടി എഴുന്നേൽക്കുന്നുണ്ട്. ദൈവാത്മാവിൽ ഞാൻ നിങ്ങളോട് വിളിച്ചു പറയട്ടെ, എവിടെയാണോ ശത്രു നിനക്കെതിരെ അട്ടഹസിച്ചുകൊണ്ട്, നിന്റെ കുടുംബത്തിനെതിരെ, നിന്റെ തലമുറക്കെതിരെ അട്ടഹസിച്ചുകൊണ്ട് ഉയർന്നു വരുന്നത്, അവിടെ നിനക്ക് വേണ്ടി വാഗ്ദത്തത്തിൻ്റെ ശക്തിയുടെ വ്യാപാരം ഉയരുമെന്ന് വിശ്വസിക്കുന്നവർക്ക് ഞാൻ എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ധൈര്യപ്പെടുക, ധൈര്യമായിരിക്കുക. അവൻ ദൈവത്തെ സേവിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങൾ ഒരിക്കലും പരാജയപ്പെടുകയില്ല. ഒരൊറ്റ വാഗ്ദത്തം മതി, ഒരൊറ്റ ദൈവവചനം മതി നിന്നെയും നിന്റെ കുടുംബത്തെയും പിടിച്ച് ഉയർത്തിക്കാട്ടുവാൻ. അല്ലേ? അവൻ ഉൽപ്പത്തി മുതൽ മലാക്കി വരെയുള്ള തിരുവചനങ്ങൾ നിങ്ങൾ വായിച്ചു നോക്ക്, പഠിച്ചു നോക്ക്. എല്ലാവരും കാത്തിരിക്കുന്നത് ഒരൊറ്റ പ്രവചന ശബ്ദയാണ്. അല്ലേ? പുതിയ നിയമത്തിൻ്റെ ആരംഭവും പുതിയ നിയമത്തിൻ്റെ അവസാനവും ആർക്ക് വേണ്ടിയാണ് കാത്തിരിക്കുന്നത്? ഒരൊറ്റ പ്രവചന ശബ്ദത്തിന് വേണ്ടിയാണ്. അവൻ ഭൂജാതനായില്ലേ? മാലാഖമാർ ഇറങ്ങി വന്ന് പാടുന്ന ദൈവശബ്ദം നിങ്ങൾ കേട്ടില്ലേ? നിങ്ങൾക്ക് വേണ്ടി ഒരു രക്ഷകൻ ജനിച്ചിരിക്കുന്നു. ഏതാണ് ആ രക്ഷകൻ? മാമൻ ഉൽപ്പത്തി 3:15 പറയുന്ന ആ രക്ഷകൻ, സ്ത്രീയുടെ സന്തതി, അവന് വേണ്ടിയാണ് ദൈവം ചില കാര്യങ്ങൾ ചെയ്യുന്നത്. ഞാൻ മടങ്ങി വരാം. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം ശത്രുവിൻ്റെ വിജയവും ദൈവജനത്തിൻ്റെ പരാജയവും. എന്നാൽ അതിനെയൊക്കെ ആകത്തുക വിടിച്ചു കയറ്റുവാൻ പ്രത്യാശ തരുന്ന വിശ്വാസത്തിൻ്റെ വാഗ്ദത്തത്തിൻ്റെ വാക്കുകൾ കൊണ്ട് അവിടെ ആ അധ്യായം അവസാനിപ്പിക്കുന്നു. പിന്നീട് നമ്മൾ വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നു ഒരു കുടുംബത്തിൻ്റെ തലമുറകളുടെ തകർച്ച 4-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു. പിന്നെയും തിരിച്ചു വരുന്നു. ഇതാ അവൻ ദൈവം ഒരു മനുഷ്യനെ തെരഞ്ഞെടുക്കുന്നു. കൃപ ലഭിച്ച നോഹയെ ദൈവം തെരഞ്ഞെടുത്തിട്ട് ആ നോഹയിലൂടെ ദൈവത്തിൻ്റെ പദ്ധതികൾ ദൈവം ആവിഷ്കരിക്കുന്നു. അവൻ നോക്കുക, ഭൂമി മുഴുവൻ പാപത്തിൽ നിറയപ്പെട്ട് കഴിയുമ്പോൾ, എല്ലാവരും പാപം ചെയ്ത് ദൈവം പോലും
മനുഷ്യനെ ഉണ്ടാക്കിയത് നിമിത്തം ഞാൻ അനുതപിക്കുന്നു എന്ന് പറഞ്ഞ ആ നിമിഷത്തിൽ ദൈവം ഒരുവനെ കണ്ടു, കൃപ ലഭിച്ചതായ ഒരു നോഹയെ. ദൈവമക്കളെ, ലക്ഷങ്ങൾ, കോടികൾ, പതിനായിരങ്ങൾ പാപത്തിലേക്ക് പിശാചിനാൽ വലിച്ചിടപ്പെടുമ്പോൾ ദൈവത്തിന് വേണ്ടി നിൽക്കാൻ ഒരുവൻ ഉണ്ടായിരിക്കും. അവൻ്റെ പേരത്ര നോഹ. അവൻ നിൽക്കുന്നവനെ കൊണ്ട് പണിയിപ്പിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ദൈവജനം തിരിച്ചറിയുക. എല്ലാ കാലത്തും ദൈവത്തിന് വേണ്ടി നിൽക്കാൻ ഒരുവൻ റെഡിയാണെങ്കിൽ, ദൈവത്തിന് വേണ്ടി നിൽക്കാൻ ഒരുവൻ തയ്യാറാണെങ്കിൽ, ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ആ ഒരുവനെ കൊണ്ട് കാലഘട്ടങ്ങൾ മറക്കുവാൻ കഴിയാത്ത, ചരിത്രത്തിൽ ഇടം പിടിക്കുന്ന ചിലത് ചെയ്യിപ്പിക്കാൻ ദൈവം വിശ്വസ്തനാണ്. ഇന്ന് പകൽ ആത്മാവിൽ ഞാൻ ദൂത പറയുന്നു, ദൈവത്തിന് വേണ്ടി നിൽക്കാൻ നീയും നിന്റെ കുടുംബവും തയ്യാറാണെങ്കിൽ, അല്ല നിന്റെ തലമുറ തയ്യാറാണെങ്കിൽ, അവൻ നിന്റെ തലമുറ കൊണ്ട് ഈ കാലഘട്ടത്തിൽ ചിലത് പണിയാൻ, ചിലത് പണിയിപ്പിക്കാൻ എൻ്റെ ദൈവം വിശ്വസ്തനാണ്. അവൻ മോശയ്ക്ക് മരുഭൂമിയിൽ പെട്ടകം പണിയാൻ ദൈവം പ്ലാൻ കൊടുക്കുമ്പോൾ ദൈവം ചില പേരുകൾ പറയുന്നു. അവൻ ആലയത്തിൻ്റെ കൊത്തുപണികൾ ചെയ്യാൻ ദൈവം ഒരു ബെസലേലിനെ അഭിഷേകം ചെയ്യുന്നു. ഇന്ന് പകൽ ഉപവാസത്തിൻ്റെ 2ാമത്തെ ദിവസത്തിൽ ആത്മാവ് ചിലരോട് ദൂത പറയുകയാണ്. പ്രാർത്ഥിക്കുന്ന ദൈവജന, ആരാധിക്കുന്ന ദൈവജന, ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ചിലരെ കൊണ്ടില്ല, നിന്റെ തലമുറകളെ കൊണ്ട് ദൈവത്തിന് ചിലത് പണിയിപ്പിക്കാനുണ്ട്. ദൈവം ചിലത് പണിതെടുക്കും. നോഹയ്ക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. എന്തിനാ കൃപ ലഭിച്ചത്? ആമൻ ഭൂമി മുഴുവൻ പാപത്താൽ നിറയപ്പെട്ട് നശിപ്പിക്കാൻ ദൈവം പദ്ധതികൾ ആവിഷ്കരിക്കുമ്പോൾ അതിനകത്തുനിന്ന് രക്ഷപ്പെടുത്താൻ ഒരു പെട്ടകം പണിയാൻ ദൈവം നോഹയുടെ മേൽ ദൈവത്തിൻ്റെ കൃപ പകരുകയാണ്. പ്രൈസ് ദി ലോർഡ്. തീർന്നില്ല കേട്ടോ. ആ നോഹയെ ദൈവം തെരഞ്ഞെടുത്തു. ദൈവം പെട്ടകം പണിയിപ്പിച്ചു. വലിയ അവൻ ഉദ്ദേശങ്ങൾ തന്നിലൂടെ ചെയ്യിപ്പിച്ചു. എന്നാൽ അടുത്ത അധ്യായം 11-ാം അധ്യായം നമ്മൾ വരുമ്പോൾ, നിമ്രോദ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ആകാശത്തോളം എത്തുന്നൊരു വലിയ ഗോപുരമൊക്കെ ഉണ്ടാക്കുന്നു. അവൻ അവിടെയും മാനുഷിക കരം പരാജയപ്പെടുന്നു. ദൈവത്തിൻ്റെ ഇഷ്ടം നിവർത്തീകരിക്കപ്പെടുന്നു. മാനുഷിക കരങ്ങളും പൈശാചിക മണ്ഡലങ്ങളും തകർന്നടിഞ്ഞാലും ദൈവത്തിൻ്റെ ഹിതവും ദൈവത്തിൻ്റെ പ്രവൃത്തിയും ഒരു നാളും അറ്റുപോവില്ല. അതൊരിക്കലും അസ്തമിച്ചു പോവത്തില്ല. ദൈവം ഇച്ഛിച്ചത്, ദൈവം ആഗ്രഹിച്ചത് എല്ലാ കാലവും ദൈവം ചെയ്തുകൊണ്ടിരിക്കും. ഇന്ന് പകലിലും എൻ്റെ തമ്പുരാൻ അത് ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ മടങ്ങി വരട്ടെ. അവൻ ദൈവമക്കളെ, 12-ാം അധ്യായം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്. അവൻ ഉൽപ്പത്തി 12-ാം അധ്യായത്തിൻ്റെ ആരംഭം നിങ്ങൾക്കെല്ലാം അറിയാം. അവൻ 12-ാം അധ്യായത്തിൻ്റെ ആരംഭത്തിൽ ദൈവം ഒരു മനുഷ്യനെ തിരഞ്ഞെടുക്കുന്നു. അതാരാണ്? യഹോവ അബ്രഹാം എന്ന് പറയുന്ന ഒരു മനുഷ്യനെ തിരഞ്ഞെടുക്കുന്ന ചരിത്രമാണ് അവൻ 12-ാം അധ്യായത്തിൽ. ഒന്നുകൂടി ഞാൻ പറയാം. ഉൽപ്പത്തി മുതൽ ഇങ്ങനെ പഠിച്ചു വരുമ്പോൾ ചില അധ്യായങ്ങൾ തകർച്ചയുടെയും വിജയത്തിൻ്റെയും ദൈവജനത്തിൻ്റെ അവൻ പാപത്തിൻ്റെയും ഒക്കെ പട്ടികയാണെങ്കിൽ, ഇതാ ദൈവത്തിന് അവൻ ഇഷ്ടമുള്ളൊരു കുടുംബത്തെ, ദൈവത്തിന് ആഗ്രഹമുള്ളൊരു കുടുംബത്തെ, ഒരു മനുഷ്യനെ ദൈവം തിരഞ്ഞെടുക്കുന്നു. അവൻ്റെ പേരത്രേ അബ്രഹാം. അവൻ ദേശത്തെയും പിതൃഭവനത്തെയും ചാർച്ചക്കാരെയും ഒക്കെ വിട്ട് ദൈവം കാണിക്കാനിരിക്കുന്ന അല്ലെങ്കിൽ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് ഇറങ്ങി പുറപ്പെടേണ്ടതിന് ഒരു മനുഷ്യനെ ദൈവം തെരഞ്ഞെടുക്കുന്നു. നിങ്ങൾക്കറിയാം, അബ്രഹാം എന്ന് പറയുന്ന ആ മനുഷ്യൻ ഊരെന്ന് പറയുന്ന അന്ധകാരം നിബിഡമായ ഡാർക്ക്നെസ്, ഊർ എന്ന വാക്കിൻ്റെ അർത്ഥം ഡാർക്ക്നെസ്, ഇരുട്ടിൻ്റെ ദേശത്ത് നിന്ന്, വിഗ്രഹാരാധനയിൽ നിന്നും തന്നെ ദൈവം വിടുവിച്ച് പുറത്തു കൊണ്ടുവരുന്നു. ഏകനായി തന്നെ ദൈവം ആ ദേശത്തുനിന്ന് വിടുവിക്കുന്നു. യുദ്ധം അറിഞ്ഞിട്ടില്ല, യുദ്ധം ചെയ്തിട്ടില്ല, യുദ്ധം അവൻ കണ്ടതുപോലും പരിചയം കാണത്തില്ല. അങ്ങനെ ഒരു മനുഷ്യനെ ദൈവം ആ ദേശത്തുനിന്ന് വിടുവിച്ച് പുറത്തു കൊണ്ടുവന്ന് ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന ഒരു ദൈവഭക്തനായ മനുഷ്യൻ. എന്നാൽ തൻ്റെ ചരിത്രമാണ് പിന്നെ തുടർന്നുള്ള ചില അധ്യായങ്ങൾ. 13-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അബ്രഹാം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുന്നു. നമുക്കറിയാം, ദൈവത്തെ സേവിച്ചവരാരും തകർന്നു പോയിട്ടില്ല, തരിപ്പണമായി പോയിട്ടില്ല. ദൈവത്തെ സേവിച്ചവരെല്ലാം അനുഗ്രഹിക്കപ്പെടുവാനിടയായി. ദൈവത്തെ സേവിച്ചവർ അവൻ തകർന്ന ചരിത്രമില്ല കേട്ടോ. ദൈവത്തിൻ്റെ വചനത്തിൽ ദാവീദ് ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, ഞാൻ ബാലനായിരുന്നു, ഞാനിപ്പോൾ വൃദ്ധനായി തീർന്നു, എന്നാൽ ഞാൻ ഒന്ന് കണ്ടിട്ടില്ല. ഞാൻ എന്താ കണ്ടിട്ടില്ലാത്തത്? യഹോവയെ അന്വേഷിക്കുന്നവർ ഒരു നന്മയ്ക്കും മുടക്കം വരുന്നത് കണ്ടിട്ടില്ല. ആമേൻ, സ്തോത്രം. നീതിമാന്റെ സന്തതി അപ്പം ഇരക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ആമേൻ, അവർക്ക് തുണ
എണ്ണയില്ലാതിരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് താൻ തന്നെ പറഞ്ഞു, ബാലസിംഹങ്ങൾ ഇരകിട്ടാതെ വിശന്നിരിക്കും, എന്നാൽ യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും മുടക്കം വരത്തില്ല. ആത്മാവിൽ ഞാൻ നിങ്ങളോട് ഈ രണ്ടാമത്തെ ദിവസം ദൂത് പറയുന്നു, ഇറങ്ങിത്തിരിച്ച ദൈവമക്കളെ കരുതുന്നൊരു ദൈവമുണ്ട്. വിളിയേറ്റി ഇറങ്ങിയവർക്ക് വേണ്ടി ഒരുക്കി വെക്കുന്നൊരു ദൈവമുണ്ട്. അബ്രഹാമിനെ വിളിച്ചത് അവൻ എല്ലാം ഒരുക്കി വെച്ചിട്ടാ ദൈവം വിളിച്ചത്. പണ്ടൊരിക്കൽ ഒരു ദൈവദാസൻ ഇങ്ങനെ പറഞ്ഞു, ആമൻ സ്തോത്രം, വിശ്വാസികൾക്കുള്ള അല്ലെങ്കിൽ വിശ്വാസിയുടെ പിതാവായ അബ്രഹാമിനെ ഒരു മുത്തച്ഛൻ്റെ പദവി അലങ്കരിക്കാൻ ഒരു ചാരുകസേര ഉണ്ടാക്കി തമ്പുരാൻ ഇട്ടിട്ടാണ് അബ്രഹാമിനെ ദൈവം വിളിച്ചത്. ഒന്നുകൂടി ഞാൻ ഇങ്ങനെ പറയുക, നിന്നെ വിളിച്ച് കൊണ്ടുവന്നതിന് ശേഷം ചില കാര്യങ്ങൾ ഒരുക്കുന്ന ദൈവമല്ല എൻ്റെ ദൈവം. നിന്നെ വിളിക്കുമ്പോൾ തന്നെ നിനക്കും നിന്റെ കുടുംബത്തിനും തലമുറക്കും വേണ്ടത് ഒരുക്കി വെച്ച് നിന്നെ വിളിക്കുന്നൊരു ദൈവത്തെയാണ് ഇന്ന് പകൽ ഞാൻ ആരാധിക്കുന്നത്. വിശ്വസിക്കുന്നവർക്ക് ഞാൻ എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അബ്രഹാമിനോട് യാഗം കഴിക്കാൻ മകനെ കൊണ്ട് മോറിയ മലയിലേക്ക് പോകാൻ പറയുന്ന ആ ചരിത്രം നിങ്ങളുടെ ഹൃദയത്തിലുണ്ടല്ലേ? ആ ചരിത്രം നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്കറിയാം, അബ്രഹാമേ, നീ ഞാൻ കാണിക്കുന്ന സ്ഥലത്ത് നിന്റെ മകനെ കൂട്ടിക്കൊണ്ടുവന്ന് യാഗം കഴിക്കണമെന്നൊക്കെ ദൈവം ആവശ്യപ്പെടുമ്പോൾ യാഗപീഠത്തിലേക്ക് കൊച്ചിനെ കയ്യും കാലും കെട്ടിക്കിടത്തി അവന് എല്ലാം കഴിയുമ്പോൾ ഞാൻ താഴ്വരയെന്നൊരാടിനെ കയറ്റാമെന്നല്ല ദൈവം പറഞ്ഞത്. നീ കയറുന്നതിന് മുൻപേ, നിന്റെ കുടുംബമായി നിന്റെ കുഞ്ഞുമായി നീ കയറി വരുന്നതിന് മുൻപേ അല്ല, എൻ്റെ വാക്കനുസരിച്ച് നീ നിന്റെ കൂടാരത്തിന് ചലിക്കാൻ തുടങ്ങുന്നതിന് മുൻപേ ഞാൻ നിന്റെ കുഞ്ഞിന് വേണ്ടിയുള്ള കരുതലുകൾ ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. ആരോടൊക്കെയോ ദൈവത്തിൻ്റെ ആത്മാവ് ദൈവശബ്ദമായി ഇന്ന് പകൽ ഇങ്ങനെ പറയാൻ പറയുന്നു, അല്ല, ആ വിഷയം ആരംഭിക്കുന്നതിന് മുൻപ്, ആ പ്രശ്നം വരുന്നതിന് മുൻപ്, ആ വിഷയത്തിന് വേണ്ടി ഒരു ഡിസിഷൻ എടുക്കുന്നതിന് മുൻപേ ദൈവം നിനക്ക് വേണ്ടി ചിലത് കുടുംബത്തിന് വേണ്ടി, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരുതി വെച്ചിട്ടാണ് ദൈവം നിന്നെ വിളിക്കുന്നത്. അബ്രഹാമേ, നിന്നെ ദൈവം വിളിച്ചത് ദൈവം ചിലത് ഒരുക്കി വെച്ചിട്ടാണ്. അതിലെത്തുന്നത് വരെ ഞാൻ നിന്റെ കൂടെ ഇരിക്കും, നിന്നെ നടത്തും. വിശ്വാസത്തിന്റെ പിതാവായ അബ്രഹാമിനെ ദൈവം വിളിച്ചിറക്കുന്നു. 13-ാം അധ്യായത്തിൽ തന്നെ സമൃദ്ധിയായി ദൈവം അനുഗ്രഹിക്കുന്നു. അവിടെ എങ്ങനെയാണ് പറയുന്നത്? അബ്രഹാം ബഹുസമ്പന്നനായി മാറി, ബഹുസമ്പന്നനായി മാറി. ദൈവമക്കളെ, 14-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം ഒന്നിട്ടാട്ടെ. ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം. അവിടെ എങ്ങനെയാണ് വായിക്കുന്നത്? സീന രാജാവായ അമ്രാഫിൽ, ഏലാസ രാജാവായ അരിയോക്ക്, ഏലം രാജാവായ കദല്യാമീൻ, ജാതിയുടെ രാജാവായ തീദാൽ എന്നിവരുടെ കാലത്ത് അവിടെ കുറെ രാജാക്കന്മാരുടെ പേര് പറയുകയാണ്. ഇവരെല്ലാവരും സിദ്ദീം താഴ്വരയിൽ ഒന്നിച്ചുകൂടി. അത് ഇപ്പോൾ ഉപ്പുകടലാകുന്ന സിദ്ദീം താഴ്വര എന്ന് പറയുന്ന സ്ഥലത്ത് അവർ ഒന്നിച്ചുകൂടി ഒരു യുദ്ധത്തിന് വേണ്ടി അവർ ഒരുമിച്ച് കൂടുകയാണ്. ആ യുദ്ധം അവർ ജയിച്ച് പിന്നെ തിരിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ, 7-ാം വാക്യത്തിൽ വരുമ്പോൾ, പിന്നെ അവർ തിരിഞ്ഞ് കാദേശ് എന്ന എൻമിസ്പാത്തിൽ വന്നു. അമാല്യക്കരുടെ ദേശമൊക്കെയും അസസൊണ്ടാമാറി പാർത്തിരുന്ന അമോരിയെ കൂടെ അവർ എന്ത് ചെയ്തു? ജയിച്ചു. അപ്പൊ ഈ ജാതീയ രാജാക്കന്മാർ അബ്രഹാമിന്റെ കാലത്ത് യുദ്ധം ചെയ്ത് ഇങ്ങനെ വിജയിച്ച് പുറത്തു വരുമ്പോൾ ഈ കൂട്ടത്തിലാണ് അബ്രഹാമിൻ്റെ സഹോദരപുത്രനായ ലോത്തിനെയും അവർ പിടിച്ചോണ്ട് പോകുന്നത്. എനിക്ക് അത്ഭുതം തോന്നിയ ഒരു കാര്യമുണ്ട് കേട്ടോ. സ്തോത്രം. ഈ സഹോദരപുത്രനായ ലോത്തിനോട് അബ്രഹാമിന് ഭയങ്കര സ്നേഹമാണ്. അതുകൊണ്ടാണ് ഒരിക്കൽ സ്തോത്രം സൊദോം ഗൊമോറ നശിപ്പിക്കാൻ ദൈവം കൂടാരത്തിൻ്റെ വാതിക്കൽ നിന്ന് പോകാൻ തുടങ്ങുമ്പോൾ ഈ അബ്രഹാം ദൈവത്തെ പിടിച്ചു നിർത്തിയിട്ട് പറയുന്നുണ്ട്, ദൈവമേ, അവിടെ ഒരു നീതിമാൻ ഉണ്ടെങ്കിൽ അങ്ങ് നശിപ്പിക്കുമോ എന്ന് ചോദിച്ച് ചില വാക്കുകൾ അബ്രഹാം ദൈവത്തോട് കാലക്കെട്ട് വീണ് പറയുന്നത് നമുക്ക് കാണാം. ഒരു വലിയ സ്നേഹം തനിക്ക് ലോത്തിനോടുണ്ട്.
അതിനു മുൻപാണ് തന്നെ മറ്റു സൈന്യം വന്ന് ഈ രാജാക്കന്മാർ വന്ന് തന്നെ പിടിച്ചോണ്ട് പോകുന്നത്. എന്നാൽ അബ്രഹാം ചെയ്തൊരു കാര്യമുണ്ട്. തൻ്റെ വീട്ടിൽ തിന്നു കുടിച്ച് വളരുന്നതായ 318 അഭ്യാസികളെയും കൊണ്ട് അബ്രഹാം ചെന്ന് അവരെ ജയിച്ച് സഹോദരപുത്രനെ തിരിച്ചു പിടിക്കുന്ന ഒരു കാര്യം നമുക്കവിടെ വായിക്കാൻ കഴിയും. അപ്പോൾ അവിടെയാണ് ഞാൻ ആദ്യം പറഞ്ഞത്, യുദ്ധം ചെയ്യാത്ത, യുദ്ധം അറിയാത്ത അബ്രഹാമിനെ ദൈവം യുദ്ധം പഠിപ്പിച്ച്, യുദ്ധം ചെയ്യിപ്പിച്ച് ചിലതിനെ തിരിച്ചു പിടിച്ചു. ആരംഭത്തിൽ ഈ ദൂത് നിങ്ങളോടുള്ളൊരു ദൂതാണ്. ഒരു പക്ഷേ നിങ്ങൾ ഇതിനു മുമ്പ് യുദ്ധം ചെയ്തിട്ടില്ലായിരിക്കാം, ഒരു സ്പിരിച്വൽ വാർഫെയറിലേക്ക് നിങ്ങൾ കയറിയിട്ടില്ലായിരിക്കാം. എന്നാൽ അങ്ങനെ ഒരു സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിൽ വന്നാൽ കേവലം വെറും യാഗപീഠമടിച്ച് യാഗം കഴിക്കാൻ മാത്രമേ അബ്രഹാമിന് അറിയത്തുള്ളായിരുന്നു. യാഗം കഴിക്കാൻ മാത്രം പരിശീലിച്ച അബ്രഹാമിനെ യാഗം കഴിക്കുന്നതിൻ്റെ നടുവിൽ യുദ്ധതന്ത്രങ്ങളും ദൈവം പഠിപ്പിച്ചു എന്നുള്ളത് ഒരു കാര്യം മറക്കാൻ കഴിയാത്തതാണ്. ശ്രദ്ധിക്കുക, നീ ദൈവത്തെ ആരാധിച്ചു പോകുമ്പോൾ, നിങ്ങൾ ദൈവത്തെ സേവിച്ചു പോകുമ്പോൾ, നിനക്കെതിരെ വരുന്ന ശത്രുവിൻ്റെ യുദ്ധത്തിൻ്റെ തന്ത്രങ്ങളിൽ അവനെ ജയിപ്പാനുള്ള ദൈവത്തിൻ്റെ കൃപയും ദൈവം നിങ്ങളുടെ മേൽ പകർന്നു തരും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആമേൻ. ദൈവമക്കളെ, ഈ യുദ്ധതന്ത്രമൊക്കെ പഠിച്ച് അബ്രഹാം അവരെ ജയിച്ച് തിരിച്ചുകൊണ്ട് വരുന്നു. പക്ഷെ എന്നെ അത്ഭുതകരമായി ചിന്തിപ്പിച്ച മറ്റൊരു വാക്യം ഇതാണ്. ആമേൻ. അവിടെ ഒരു സ്ഥലത്തിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്, ഹസസോൻ താമാർ എന്ന് പറയുന്ന ഒരു സ്ഥലം. അത് അമോര്യരുടെ കയ്യിൽ ഇരുന്ന ഒരു സ്ഥലമാണ്. അമോര്യരുടെ കയ്യിൽ ദൈവം ഏൽപ്പിച്ചൊരു സ്ഥലമാണ്. ജാതീയ രാജാക്കന്മാർ ചെന്ന് ആ സ്ഥലം കൈവശമാക്കുന്നു. അമോര്യരായ ജഡത്തിൻ്റെ ശക്തികൾ വാണുകൊണ്ടിരുന്ന ഒരു സ്ഥലം. ഈ ഹസസോൻ താമാർ എന്ന് പറയുന്ന സ്ഥലത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ആഭിചാരങ്ങളുടെ ഈറ്റില്ലമാണ്, അന്ധകാരത്തിൻ്റെയും മന്ത്രവാദത്തിൻ്റെയും ഈറ്റില്ലമാണ് ഈ സ്ഥലം. ജാതീയ ജഡത്തിൻ്റെ ശക്തികൾ അധിനിവേശം നടത്തുന്ന ഒരു പട്ടണം കൂടിയാണ് ഹസസോൻ താമാർ എന്ന് പറയുന്ന സ്ഥലം. അത് ജാതികളുടെ കയ്യിൽ അവകാശം പറഞ്ഞൊരു സ്ഥലമാണ്. ഈ സ്ഥലത്തിന് വേദപുസ്തകത്തിൽ മറ്റൊരു പേരുകൂടി നമുക്ക് പലയിടത്തും വായിക്കാൻ കഴിയും. ഞാൻ ആ ഭാഗമൊക്കെ പിന്നീട് വായിക്കാം. എന്നാൽ ഹസസോൻ താമാർ എന്ന് പറയുന്ന സ്ഥലം എന്തുകൊണ്ടാണ് ജാതികൾ ഇങ്ങനെ കൈവശമാക്കി വെച്ചത്? എന്തുകൊണ്ടാണ് ജാതീയ ശക്തികൾ അവിടെ ഇങ്ങനെ അടക്കം പിടിച്ചു വെച്ചത്? അതിന് പിന്നിൽ കൂടി ഒരു ചരിത്രമുണ്ട്. എന്ന നാളുകൾ കഴിഞ്ഞപ്പോൾ അമോര്യരുടെ സ്ഥലമായ ഈ ഹസസോൻ താമാർ എന്ന് പറയുന്ന ഈ സ്ഥലം ആരുടെ കയ്യിൽ വന്നു എന്ന് നിങ്ങൾ തിരിച്ചറിയണം. ജോഷുവയുടെ പുസ്തകം 15-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യം നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. ആമേൻ. അവിടെ ജോഷുവയുടെ പുസ്തകം 15-ാം അധ്യായം അതിന് 20-ാമത്തെ വാക്യം അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, യഹൂദ ഗോത്രത്തിന് കുടുംബമായി കിട്ടിയ അവകാശമത്രേ. ദൈവമക്കളെ, ഈ വാക്യം നിങ്ങൾക്ക് നന്നായി അറിയാം. ഇസ്രായേൽ മക്കൾ മിസ്രയീമിൽ നിന്ന് വാഗ്ദത്ത കനാനിലേക്ക് ഇറങ്ങിത്തിരിക്കുകയാണ് കേട്ടോ. അവരുടെ അബ്രഹാം എന്ന് പറയുന്ന വിശ്വാസിയുടെ പിതാവായ ആ അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് 400 വർഷം അടിമയായി വസിക്കും. എന്നാൽ കാലം കഴിയുമ്പോൾ വാഗ്ദത്തം നിവർത്തിയാകുമ്പോൾ ഞാൻ അവരെ വാഗ്ദത്ത കനാനിലേക്ക് അവർ മടക്കി കൊണ്ടുവരും. ഇതാ മോശ എന്ന് പറയുന്ന ആ വലിയ നേതാവിലൂടെ 30 ലക്ഷത്തിൽ പരം ജനത്തെ ഫറവോന്റെ ഭുജത്തെ ഒടിച്ച് ചെങ്കടലിനെ വറ്റിച്ച് മരുഭൂമി വഴി ദൈവം കനാനിലെത്തിച്ചു. എന്നാൽ നമുക്കറിയാം, മോശ നെബോ പർവ്വതത്തിൽ കയറി നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ കൈവിരലുകൾ കൊണ്ട് തൻ്റെ കണ്ണുകൾ തിരുമിയടച്ച് താൻ തന്നെ അടക്കം ചെയ്തു എന്ന് ദൈവത്തിൻ്റെ വചനം മോശയെ കുറിച്ച് പറയുന്നു. ആ മോശ ദൈവത്തിൻ്റെ കരങ്ങളാൽ സുരക്ഷിതമായി അടക്കപ്പെട്ടു മാറിപ്പോയെങ്കിലും ഇസ്രായേൽ ജനത്തെ യോർദാൻ കടത്തി യെരിഹോ പട്ടണം പിടിച്ച് ജോഷുവയുടെ നേതൃത്വത്തിൽ അവർ കനാനിൽ കാലുകുത്തുന്നു. 20 വയസ്സിൽ
അവൻ അടുത്ത പ്രായമുള്ള ഒരു യുവതലമുറ ഇതാ അവിടെ ചെന്ന് കനാനിൽ കാലുകുത്തുന്ന ചരിത്രം നമുക്ക് യോശുവ 6-ാം അധ്യായത്തിൽ കാണാൻ കഴിയും. അവർക്ക് മുമ്പിൽ ഉയർന്നിരുന്ന വൻമതിലായ എരിഹോ മതിൽ പോലും ദൈവം ഇടിച്ചു തകർത്ത് അതുമേൽ വലിയ വിജയം ദൈവം ഇസ്രായേൽ ജനത്തിന് നൽകി കൊടുത്തു. എന്നാൽ വാഗ്ദത്തം ചെയ്ത ആ സ്ഥലത്ത് അവരെത്തിയപ്പോൾ 2.5 ഗോത്രം നദിക്കിക്കരെയും 9.5 ഗോത്രം നദിക്കക്കരെയും പോയി. യോർദാൻ നദിക്കിക്കരെ 2.5 ഗോത്രം ഉണ്ടായിരുന്നു, അവരക്കരയ്ക്ക് പോയില്ല. എന്തുകൊണ്ട്? ഗാഥേന്യരുടെ ദേശം പച്ചപ്പുല്ല് കണ്ടപ്പോ, ആമൻ അവിടെ സമൃദ്ധി കണ്ടപ്പോ അവർ പറഞ്ഞു, ഞങ്ങൾ ഇവിടെ പാർത്തുകൊള്ളാം, ഞങ്ങൾ അക്കരയ്ക്ക് വരത്തില്ല. വാഗ്ദത്ത കനാൻ ലക്ഷ്യമാക്കി പോയ 12 ഗോത്രങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ 2.5 ഗോത്രം പച്ചപ്പുല്ല് കണ്ട്, അല്ലെങ്കിൽ അവരുടെ സമൃദ്ധി കണ്ട് അക്കരയ്ക്ക് പോകാതെ ഇവിടെ താവളമടിച്ചു. എന്നെ കേൾക്കുന്ന ദൈവജനമേ, നമ്മെ വിളിച്ചത് സ്വർഗീയ കനാനെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യാനാണ്. ആ യാത്രയുടെ നടുവിൽ ഇവിടുത്തെ പച്ചപ്പുല്ലും ഈ ഭൂമിയിലെ സമൃദ്ധിയും കണ്ട് ഇക്കരെ കൂടരുത് കേട്ടോ. നമ്മൾ അക്കരയ്ക്ക് പോകാനാ ദൈവം വിളിച്ചത്. നാം സിയോൻ സഞ്ചാരികളാണ്. നമ്മുടെ യാത്രയിൽ വിഘ്നം വരുത്തുന്ന, നമ്മുടെ യാത്രയിൽ നമ്മൾ അക്കരയ്ക്ക് വിടാതെ അതിനെ തടസ്സപ്പെടുത്തുന്ന പച്ചപ്പിൻ്റെ അനുഭവങ്ങൾ കണ്ട്, അതെ, ഈ ഭൂമിയിലെ ഭൗമികമായ ചില പച്ചപ്പ് കണ്ട് നിങ്ങൾ ഒരിക്കലും നിന്നു പോവരുത്. നമ്മെ വിളിച്ചത് ഇക്കരയിടാനല്ല, നമ്മെ വിളിച്ചത് അക്കരെ കൊണ്ടുപോകാനാ. ഞാൻ എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. 2.5 ഗോത്രത്തിന് തെറ്റുപറ്റി, അവർ ഗാഥേന്യരുടെ ദേശത്ത് കിട്ടുപോയി. പക്ഷെ ദൈവം മറന്നില്ല കേട്ടോ. പുതിയ നിയമം പഠിച്ചു വരുമ്പോൾ നിങ്ങൾക്കറിയാവുന്നത് കൊണ്ട് ഒന്ന് തൊട്ടുവിട്ടേക്കാം. യേശു കർത്താവ് ആത്മാവിൽ നിറഞ്ഞു, സ്നാനപ്പെട്ടു, അവൻ വെള്ളത്തിൽ നിന്ന് കയറി 40 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് ശേഷം ആത്മാവിൽ നിറവ് പ്രാപിച്ച യേശു നേരെ പോകുന്നത് ഗദരദേശത്തേക്കാണ്. എന്താണ് ഗദരദേശത്തേക്ക് പോകുന്നത്? ഇക്കരെ ഇരുന്ന് പടക് ഇറക്കി ശിഷ്യന്മാരുമായി യേശു ഇതാ ഇക്കരയിൽ നിന്ന് അക്കരയ്ക്ക് പോകുന്നു. എന്തിനാ കർത്താവേ ഇങ്ങനെ ഒരു യാത്ര അങ്ങ് ഇപ്പോൾ രൂപപ്പെടുത്തി എടുത്തത്? യേശുവിന് ഒരു ദൂത് കിടപ്പുണ്ട് കേട്ടോ. കഴിഞ്ഞ വർഷങ്ങൾക്ക് മുമ്പ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അക്കരയ്ക്ക് പോകാൻ വിളിച്ചിറക്കിയ എൻ്റെ ജനം അക്കരയ്ക്ക് പോകുന്ന പോക്കിൽ ഇതാ 2.5 ഗോത്രം ഇക്കരെ കിടപ്പുണ്ട്. ആ ഇക്കരെ കിടക്കുന്ന 2.5 ഗോത്രത്തിൽ ഒരുത്തൻ ഇതാ ഭൂതം പിടിച്ച് 6000 ഭൂതം പിടിച്ച് ശ്മശാനത്തിൽ കിടപ്പുണ്ട്. ഗദരദേശത്തെ ശ്മശാനത്ത് കിടപ്പുണ്ട്. അവനെ കൂടി വിടുവിച്ചുകൊണ്ട് വേണം നമുക്ക് വീണ്ടും തിരിച്ചിക്കരേക്ക് വരാൻ. വിളിക്കപ്പെട്ടതിനെയും പോകാൻ തെരഞ്ഞെടുക്കപ്പെട്ടതിനെയും പിശാച് കെട്ടിയിട്ടിട്ടുണ്ടെങ്കിൽ അതിനെ കെട്ടഴിച്ച് അക്കരയ്ക്ക് കൊണ്ടുപോകാൻ ദൈവത്തിൻ്റെ കൃപയുടെ വ്യാപാരം 2ാമത്തെ ദിവസം ചലിക്കുന്നു എന്ന് ആത്മാവ് ഇന്ന് പകൽ ഇടപെടുകയാണ്. അവൻ ഈ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധ ആത്മാവിന്റെ ഉള്ളത്തിൽ പറയുന്നു, ദൈവത്തിന്റെ വിളിയുള്ള ചിലത്, പല വിഷയങ്ങളാൽ കെട്ടപ്പെട്ട ചിലത്, ഒരുപക്ഷെ മയക്കമരുന്നിനാകാം, ഒരുപക്ഷെ കഞ്ചാവിനാകാം, ഒരുപക്ഷെ അരുതാത്ത ബന്ധങ്ങളിലാകാം, അല്ല ജീവിത സാഹചര്യങ്ങൾ കുടുങ്ങിപ്പോയതാകാം. അക്കരയ്ക്ക് പോകാൻ വിളിക്കപ്പെട്ട തെക്കപ്പൊലി ദേശമൊക്കെയും ദൈവത്തിന് വേണ്ടി വിളിക്കപ്പെടുവാൻ, സുവിശേഷം ഘോഷിക്കാൻ വിളിക്കപ്പെട്ട ചിലതിനെ പിശാച് കെട്ടിയിട്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽ ആത്മാവിൽ ഞാൻ ദൂത് പറയുന്നു, ചിലതിനെ ദൈവം ഇക്കരെ വന്ന് കെട്ടഴിച്ച് വിടുവിക്കുന്ന ഒരു പ്രഭാതം കൂടിയാണ് ഈ ഉപവാസത്തിന്റെ 2ാമത്തെ ദിവസമെന്ന് ആത്മാവിൽ ഞാൻ പ്രവചിച്ചു ദൂത് പറയുന്നു. ശബാനാരാബ അതിന്ന് പകൽ സംഭവിക്കാൻ പോകുന്നു. ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു, എവിടെയോ നിങ്ങൾ പ്രത്യാശ വെച്ച, നിങ്ങൾ വളരെ പ്രതീക്ഷ വെച്ച ചിലതിനെ പിശാച് കെട്ടിയിട്ടിട്ടുണ്ട്. പിശാച് ചിലതിനെ ബന്ധിച്ചു വെച്ചിട്ടുണ്ട്. അതിനെ പുറത്തു കൊണ്ടുവരുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന് എന്ന് ആത്മാവിൽ ഞാൻ ദൂത് പറയുന്നു. വിശ്വസിക്കുന്നവർക്കായി ഞാൻ എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അക്കരയ്ക്ക് പോകാൻ 2.5 ഗോത്രം തയ്യാറായിട്ടില്ല. എന്നാൽ യോശുവയുടെ നേതൃത്വത്തിൽ അവരാ ദേശം പിടിച്ചടക്കി. യോശുവ മോശ പറഞ്ഞ വാഗ്ദത്ത പ്രകാരം ജനത്തിന് കനാൻ വിഭാഗിച്ചു കൊടുക്കാൻ തീരുമാനിക്കുന്നു. കനാൻ വിഭാഗിച്ചു കൊടുത്തത് 2 രീതിയിലാണ്. ഒന്ന്, ചീട്ടിട്ട്
ആമൻ ഗോത്രങ്ങളുടെ ചീട്ടിട്ട് ദൈവം ആ ചീട്ടിട്ടതിനനുസരിച്ച്, ചീട്ടിനകത്ത് വന്നതിനനുസരിച്ച് ജനത്തിന് ദൈവം ദേശത്തെ വിഭാഗിച്ചു കൊടുത്തു. ദേശത്തെ വിഭാഗിച്ചു കൊടുത്തു. എന്നാൽ രണ്ടാമത് ദൈവം അവൻ കൊടുത്തത് എങ്ങനെയാന്ന് ചോദിച്ചാൽ, അളവ് നൂല് പിടിച്ച്, ചരട് പിടിച്ച് അളന്ന് ദൈവം അവൻ ജോഷുവ കൊടുത്തു. രണ്ട് രീതിയിലാണ് ദൈവം അവൻ അല്ലെങ്കിൽ ജോഷുവയുടെ നേതൃത്വത്തിൽ ജനത്തിന് ഈ സ്ഥലം കൊടുത്തത്. ഒന്ന്, ചീട്ടിട്ടാണ് കൊടുത്തത്. രണ്ട്, അളവ് നൂൽ പിടിച്ച് ചരട് പിടിച്ചളന്ന് കൊടുത്തു. എന്നാൽ ലേവിക്ക് മാത്രം ദൈവം വാഗ്ദത്തം കൊടുത്തില്ല. നിങ്ങൾക്കറിയാം, ലേവിക്ക് അവകാശം ദൈവം കൊടുത്തില്ല. എന്തുകൊണ്ട് ലേവിക്ക് കൊടുത്തില്ല എന്ന് ചോദിച്ചാൽ, ലേവിയുടെ അവകാശം ദൈവം തന്നെയായിരുന്നു. എന്നും ഓർക്കണം കേട്ടോ. അവൻ ദൈവത്തെ സേവിക്കുന്ന, ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തിന് വേണ്ടി ജീവിക്കുന്ന, ദൈവത്തിന് വേണ്ടി സദാസമയം ഇറങ്ങിത്തിരിച്ച ഒരു ദൈവ പൈതലിൻ്റെ അവകാശം ദൈവം തന്നെയാണ്. ദൈവമാണ് നിനക്ക് അവകാശം. ദൈവത്തെ കിട്ടിയാൽ പിന്നെ നിനക്ക് എന്താ വേണ്ടത്? ഞാനിങ്ങനെ പറയാറുണ്ട്, റോമാലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോട് കൂടെ സകലതും നൽകാതിരിക്കുമോ? അതെ, ദൈവത്തെ നമുക്ക് കിട്ടിയാൽ പിന്നെ എന്താ വേണ്ടത്? 24-ാം സങ്കീർത്തനം പറയുന്നു, ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും ഭൂതലവും അതിലെ നിവാസികളും യഹോവയ്ക്കുള്ളതാകുന്നു. ഈ ഭൂമി മുഴുവൻ അവൻ്റെതല്ലേ? ഈ ഭൂതലം മുഴുവൻ അവൻ്റെതല്ലേ? അതുകൊണ്ടാണ് സങ്കീർത്തനത്തിൽ പറയുന്നത്, എന്നോട് ചോദിച്ചു കൊള്ളുക, ഞാൻ നിനക്ക് ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമായി തരും. ഒരു ചെറിയ ദൈവത്തെ അല്ല സേവിക്കുന്നത്, ഈ അഖിലാണ്ടത്തിൻ്റെ ദൈവത്തെയാണ്. ഒരു കുട്ടി ദൈവത്തെ അല്ല സേവിക്കുന്നത്, സകലതും ആമേൻ സൃഷ്ടിപ്പൻ കഴിച്ച അല്ലെങ്കിൽ സൃഷ്ടിയുടെ വൈഭവമായ ദൈവത്തെയാണ് നീ സേവിക്കുന്നത്. അതുകൊണ്ട് വിശ്വസിക്ക്, നിനക്ക് സകലതും തരാൻ എൻ്റെ ദൈവം വിശ്വസ്തനാണ്. ലേവിക്ക് ദൈവമായിരുന്നു അവകാശം. ഒന്നും ഓർക്കണം കേട്ടോ, നമ്മുടെ അവകാശം നമ്മുടെ ദൈവമാണ്. ആ ദൈവത്തെ കിട്ടിയാൽ എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? അവൻ എഫേസ്യർക്ക് ലേഖനം എഴുതുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, സ്വർഗത്തിലെ എഫേസ്യർ 1:3 സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും അവൻ നിങ്ങളെ ക്രിസ്തുയേശുവിനാൽ അനുഗ്രഹിച്ചിരിക്കുന്നു. അപ്പോൾ സ്വർഗത്തിലെ സകല അനുഗ്രഹങ്ങളും ദൈവം നമ്മുടെ മേൽ പകർന്നിരിക്കുന്നു, നമ്മുടെ മേലിട്ടിരിക്കുന്നു. ആരും ഭാരപ്പെടരുത്, ആരും നിരാശപ്പെടരുത്. ദൈവം നിനക്ക് അവകാശമായിട്ടുണ്ട്. സകലതും നിന്റെ അടുക്കലുണ്ടെന്ന് നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിനും നന്ദി പറയണം. ഞാൻ മടങ്ങി വരാം. അങ്ങനെ അവൻ ജോഷുവ എല്ലാവർക്കും അവകാശം വീതിച്ചു കൊടുക്കുമ്പോൾ യഹൂദ ഗോത്രത്തിന് കുടുംബമായി ചില സ്ഥലം അവകാശമായി കൊടുത്തു. ആ സ്ഥലം ഏതായിരുന്നു എന്നുള്ളത് നിങ്ങൾ 15-ാം അധ്യായം 62-ാമത്തെ വാക്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അവൻ 62-ാമത്തെ വാക്യം അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, മിഥിൻ സെഖാഗ, നിബ്സാൻ, ഇർഹമലേഖ്, എൻഗദി, ഇങ്ങനെ 6 പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും. ഒന്നുകൂടി നിങ്ങൾ ശ്രദ്ധിച്ചാട്ടെ, ഇങ്ങനെ 6 പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും, 6 സിറ്റിയും അതിൻ്റെ ഉൾഗ്രാമങ്ങളും യഹൂദയ്ക്ക് ദൈവം നൽകി കൊടുത്തു. ഏത് സ്ഥലമാ കൊടുത്തോന്ന് നിങ്ങൾ ശ്രദ്ധിച്ചേ. മിഥിൻ സെഖാഗ, നിബ്സാൻ, ഇർഹമലേഖ്, എൻഗദി. അതിൻ്റെ അവസാനത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിക്കണം. അവിടെ എൻഗദി എന്ന ഒരു പട്ടണമുണ്ട്. എൻഗദി എന്ന ഒരു പട്ടണം നിങ്ങൾ അറിയണം കേട്ടോ. ഏതാണ് ഈ എൻഗദി എന്ന പട്ടണം? ഞാൻ ആദ്യം പറഞ്ഞില്ലേ, അമോര്യയുടെ ദേശമെന്ന് പറയുന്ന, അമോര്യയുടെ സ്ഥലമെന്ന് പറയുന്ന ഹസസോൻ താമാർ എന്ന് പറയുന്ന സ്ഥലമില്ലേ, ആ സ്ഥലം തന്നെയാണ് എൻഗദി എന്ന് പറയുന്ന സ്ഥലം. എന്ന് വെച്ചാലേ ജാതികളുടെ പട്ടണം, ജാതികൾ കൈവശമാക്കി വെച്ച പട്ടണം. ആഭിചാരത്തിൻ്റെയും മന്ത്രവാദത്തിൻ്റെയും പിശാചിൻ്റെ ഈറ്റില്ലമായി തീർന്ന ആ ഹസസോൻ താമാർ എന്ന് പറയുന്ന, അല്ലെങ്കിൽ അതിന് മറ്റൊരു പേരാണ് ഏൻഗദി എന്ന് പറയുന്ന ആ പേരുള്ള പട്ടണം ദൈവം ആർക്ക് കൊടുത്തു? യഹൂദയ്ക്ക് കൊടുത്തു.
ഇനി ഏൻഗതി എന്ന വാക്ക് ആമൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ ഞാനൊരു വാക്യം തരാം, എന്നിട്ട് ഞാൻ അതിൽ തിരിച്ചു വരാം. ആമൻ 2 ദിനവൃത്താന്ത പുസ്തകം 20-ാം അധ്യായം 1-ാമത്തെ വാക്യം നിങ്ങൾ വായിക്കണം, എന്നിട്ട് നമുക്ക് മടങ്ങി വരാം. അവിടെ ഇങ്ങനെ പറയുന്നു, അതിൻ്റെ ശേഷം മോവാബ്യരും അമ്മോന്യരും അവരോടുകൂടെ മെയൂന്യരിൽ ചിലരും യഹോശാഫാത്തിന്റെ നേരെ യുദ്ധത്തിന് വന്നു. 2-ാമത്തെ വാക്യം അവിടെ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്, ചിലർ വന്ന് യഹോശാഫാത്തിനോട് പറഞ്ഞു, വലിയൊരു ജനസമൂഹം കടലിനക്കരെ നിന്നു, അരാമിൽ നിന്ന് നിന്റെ നേരെ വരുന്നു. ഇതാ അവർ ഏൻഗതി എന്ന ഹസസോൻ താമാറിലുണ്ട്. അപ്പൊ ഏൻഗതി എന്ന ഹസസോൻ താമാറിൽ, അപ്പൊ ഏൻഗതിയും ഹസസോൻ താമാറും രണ്ടും രണ്ടല്ല, രണ്ടും ഒന്നാണ്. ഹസസോൻ താമാറെന്ന് ഉൽപ്പത്തി 14 വായിച്ച ആ പേരുണ്ടല്ലോ, ആമൻ 2 ദിനവൃത്താന്ത പുസ്തകം 20:2 വന്നപ്പോൾ അതിൻ്റെ പേര് ഏൻഗതി എന്ന പേരായി. എന്നാൽ ഈ ഏൻഗതി എന്ന പേര് വന്നപ്പോൾ അതിന് ഒരർത്ഥം കൂടിയുണ്ട് വേദപുസ്തകത്തിൽ. എന്താണ് ഏൻഗതി എന്ന വാക്കിൻ്റെ അർത്ഥം? ഏൻഗതി എന്ന വാക്കിൻ്റെ അർത്ഥം ആട്ടിൻ കുട്ടിയുടെ ഉറവ എന്നാണ്. ശ്രദ്ധിക്കണമേ, ഹസസോൻ താമാർ അഥവാ ഏൻഗതി എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ആട്ടിൻ കുട്ടിയുടെ ഉറവ. ഒന്ന് ശ്രദ്ധിക്കണമേ, അമോര്യർ കൈവശം പിടിച്ചു വെച്ച സ്ഥലം ഏതാണെന്നറിയണ്ടേ? അമോര്യർ കൈവശം അടച്ചു വെച്ച സ്ഥലം ഏതാണെന്നറിയണ്ടേ? അവർ ആധിപത്യം പറഞ്ഞ സ്ഥലം ഏതാണെന്നറിയണ്ടേ? ആട്ടിൻകുട്ടിയുടെ ഉറവയായി തീരേണ്ട ഏൻഗതിയാണ് പിശാച് കൈവശമാക്കി വെച്ചത്. ഈ പകലാത്മാവിൻ ഞാൻ പറയുന്നു, ആമൻ കർത്താവ് പറഞ്ഞു, ഞാൻ ഇടയൻ, നിങ്ങൾ ആടുകളാണ്. ആടുകൾ കുടിച്ച് തൃപ്തി പ്രാപിക്കേണ്ട ചില ഉറവകൾ പിശാച് കൈവശമാക്കി വെച്ചിട്ടുണ്ട്. അതെ, അവൻ ആട്ടിൻകുട്ടികൾ കുടിച്ച് ദാഹം തീരേണ്ട ചില ഉറവകൾ, അവൻ ദാഹം തീർക്കേണ്ട ചില ഉറവകൾ ദുഷ്ട പിശാച് കൈവശം പറഞ്ഞ് എന്റേതാണ്, അത് എനിക്കുള്ളതാന്ന് പറഞ്ഞ് ജാതീയ സ്ഥലം പോലെ കൈവശമാക്കി വെച്ച ചില ഏൻഗതികൾ ഇന്ന് പകൽക്കാലം നിനക്ക് വേണ്ടി റീഓപ്പൺ ചെയ്ത് ദൈവം തരുമെന്ന് വിശ്വസിക്കുന്നവർക്ക് ഞാൻ എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരു ദൂത് ഇതിനോടുള്ള ബന്ധത്തിൽ ആത്മാവ് ഇടപെടുന്നു. അബ്രഹാം കുഴിച്ച ചില കിണർ ഫെലിസ്ത്യ മല്ലന്മാർ പണ്ട് മണ്ണിട്ട് മൂടി. അബ്രഹാം കുഴിച്ചതും ഫെലിസ്ത്യ മല്ലന്മാർ മണ്ണിട്ട് മൂടിയതുമായ ആ കിണറുകൾ ദൈവം രണ്ടാമത് കുഴിപ്പിച്ചു ഒരു ഇസഹാക്കിനെ കൊണ്ട്. പരിശുദ്ധൻ പറയുന്നു, നീയും നിന്റെ തലമുറയും പിൻതലമുറകളും അനുഭവിക്കേണ്ട ചില നന്മകൾ കാലഘട്ടങ്ങൾ മാറിമറിഞ്ഞപ്പോൾ ശത്രു മണ്ണിട്ട് മൂടിക്കളഞ്ഞെങ്കിൽ ഉപവാസത്തിന്റെ നടുവിൽ ആത്മാവിഞ്ഞം ദൂത് പറയുന്നു, ദൈവം അത് തിരിച്ചു കൊണ്ടുവരും. ദൈവം തിരിച്ചു പിടിക്കാൻ നമ്മുടെ തലമുറകളുടെ മേൽ ദൈവത്തിന്റെ കൃപയും കൃപാവരങ്ങളും ഇന്ന് പകൽ പകരുമെന്ന് വിശ്വസിക്കുന്നവർ ദൈവത്തെ ഒന്ന് സ്തുതിച്ച്, ദൈവത്തെ ആരാധിച്ച്, ദൈവത്തിന് മഹത്വം കൊടുത്ത് ആത്മാവിഞ്ഞൻ പ്രവചിച്ചു പറയുന്നു, ഇല്ല, ഹസസോൻ താമാർ എന്ന് പറയുന്ന ഏൻഗതി എന്ന് പറയുന്ന ആട്ടിൻകുട്ടിയുടെ ഉറവയാകേണ്ട ആ പട്ടണം ദൈവം തിരിച്ചു പിടിക്കും. പക്ഷെ ഒരു കാര്യമുണ്ട്, ആ പട്ടണം ദൈവം ജോഷുവയുടെ നേതൃത്വത്തിൽ അളന്നു കൊടുത്തപ്പോൾ, ആമേൻ, 12 ഗോത്രങ്ങളിൽ ആ പട്ടണം കൊടുക്കാൻ ദൈവം ആഗ്രഹിച്ചത് ആരുടെ കയ്യിലാണെന്നറിയാമോ? യഹൂദയുടെ കയ്യിലാണ്. അവൻ എന്താണ് യഹൂദയ്ക്ക് ദൈവം കൊടുത്തത്? എല്ലാവരുടെ കയ്യിൽ ദൈവമെല്ലാം തരില്ല. ശ്രദ്ധിക്കണം, എല്ലാവരുടെ കയ്യിലും എല്ലാം ദൈവം തരില്ല. ചുമ്മാ കയ്യും കെട്ടിയിരിക്കുന്നവന്റെ കയ്യിൽ ജാതിയന്റെ പട്ടണം തരില്ല. അവൻ ചുമ്മാ തെക്ക് വടക്ക് നടക്കുന്നവന്റെ കയ്യിൽ ദൈവം ജാതികളുടെ പട്ടണം അവകാശമായി തരത്തില്ല. ദൈവത്തെ നേരെ ചൊവ്വേ ആരാധിക്കാത്തവന്റെ കയ്യിൽ, ദൈവത്തിന് വേണ്ടി ജീവിക്കാത്തവന്റെ കയ്യിൽ, ദൈവത്തിന് വേണ്ടി ദാഹമില്ലാത്തവന്റെ കയ്യിൽ ദൈവം ഒരു പട്ടണം തരത്തില്ല. ദൈവം ഒരു പട്ടണം ആരുടെയെങ്കിൽ കൊടുക്കണമെങ്കിൽ അവൻ ആത്മാവിൽ എരിവുള്ളവന്റെ കയ്യിൽ, ആത്മാവിൽ ദാഹമുള്ളവന്റെ കയ്യിൽ അല്ല, ആത്മാവിൽ കത്തുന്നവന്റെ കയ്യിൽ മാത്രമേ ദൈവം അവൻ ശത്രുവിന്റെ പട്ടണത്തെ ദൈവം കൊടുക്കുകയുള്ളൂ. എന്താണ് ഈ യഹൂദയുടെ പ്രത്യേകത? അവൻ നമുക്ക് നോക്കാം, അവന്റെ അനുഗ്രഹങ്ങളുടെ ആരംഭം ഒന്ന് നോക്കാം. യഹൂദയുടെ അപ്പനായ യാക്കോബ് 12 മക്കളെ അനുഗ്രഹിക്കുന്ന ഒരു വാക്യം ഉൽപ്പത്തി 49-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിലുണ്ട്. 49-ൽ ആമേൻ പ്രായം ചെന്ന്
മരണക്കിടക്കയിൽ കിടക്കുന്ന വൃദ്ധനായ യാക്കോബ് മക്കളെ അനുഗ്രഹിക്കുന്ന കൂട്ടത്തിൽ രൂബേനെയും ഗാദിനെയും ശിമയോനെയും ഒക്കെ അനുഗ്രഹിച്ചു വരുമ്പോൾ യഹൂദയെ അനുഗ്രഹിക്കുന്ന വാക്യം ഉൽപ്പത്തി പുസ്തകം 49:8 വാക്യത്തിലുണ്ട്. ആ വാക്യം നിങ്ങൾ ഒന്ന് നോക്കിയാട്ടെ. യഹൂദേ, സഹോദരന്മാർ നിന്നെ പുകഴ്ത്തും, നിന്റെ കൈ ശത്രുക്കളുടെ കഴുത്തിലിരിക്കും, അപ്പൻ്റെ മക്കൾ നിന്റെ മുമ്പിൽ നമസ്കരിക്കും. ദൈവമക്കളെ, വാസ്തവത്തിൽ ഇതൊരു പ്രവചന ശബ്ദമാണ് കേട്ടോ. ഈ തിരുവെഴുത്ത് വാഴ്ത്തപ്പെട്ടവനായ മശിഹിയെ കുറിച്ചുള്ളൊരു തിരുവെഴുത്തും കൂടിയാണ് കേട്ടോ. യഹൂദയുടെ യഹൂദാ ഗോത്രത്തിൽ നിന്നും പുറത്തു വന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കയ്യ് ശത്രുവിൻ്റെ കഴുത്തിലായിരുന്നു. അല്ല, തിരുവചനത്തിൽ ലേഖനത്തിൽ പറയുന്നത് ശത്രുവിൻ്റെ തലയെ തകർത്തെന്നല്ലേ, അവനെ ആയുധവർഗം എപ്പിച്ചെന്നല്ലേ. അങ്ങനെയാണെങ്കിൽ ഇവിടെ പറയുന്നു, യഹൂദേ, സഹോദരന്മാർ നിന്നെ പുകഴ്ത്തും, നിന്റെ കൈ ശത്രുവിൻ്റെ കഴുത്തിലിരിക്കും. അതെ, ശത്രുവിൻ്റെ കൈ നിന്റെ കഴുത്തിലിരിക്കുന്നവനെ ദൈവം പട്ടണമേൽപ്പിക്കത്തില്ല. എന്നും പോരാട്ടവും എന്നും പ്രശ്നവും ഒന്നിനെയും അതിജീവിക്കാൻ കഴിയാത്ത ഒരുവന്റെ കയ്യിലേക്ക് ദൈവം പട്ടണത്തെ തരികയില്ല. ദൈവം ഒരുവന്റെ കയ്യിൽ എന്തെങ്കിലും ഏൽപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ആരുടെ കയ്യിലാണെന്നറിയാമോ? ശത്രുവിൻ്റെ മേൽ ജയഘോഷം കൊണ്ടവന്റെ കയ്യിലാ ദൈവം ചിലത് ഏൽപ്പിക്കുന്നത്. ദൈവമക്കളെ, ദൈവത്തിൻ്റെ വചനത്തിലൊരു വാക്യമുണ്ട് യോഹന്നാന്റെ ലേഖനത്തിൽ, അവൻ നിങ്ങളിൽ ഉള്ളവൻ ലോകത്തിൽ ഉള്ളവനേക്കാൾ വലിയവനാണ്. നിങ്ങളുടെ അകത്തുള്ളവൻ ലോകത്തിൽ ഉള്ളവനേക്കാൾ വലിയവനാണ്. ഈ ചിന്ത അനുഭവിച്ചവർ, ഈ കാര്യം മനസ്സിലാക്കിയവർക്ക് മാത്രമേ ശത്രുവിനെ ജയിക്കാൻ കഴിയത്തുള്ളൂ. ശ്രദ്ധിച്ചേ, യഹൂദയുടെ ഒന്നാമത്തെ പ്രത്യേകത, അവൻ്റെ കൈ എപ്പോഴും ശത്രുവിൻ്റെ കഴുത്തിലാണ്. അവൻ ഒരിക്കലും ശത്രു അവനെ പിടിക്കാൻ യഹൂദ നിന്നു കൊടുക്കത്തില്ല. എന്തുകൊണ്ട് യഹൂദയ്ക്ക് ശത്രുവിൻ്റെ കഴുത്തിൽ പിടിക്കാൻ കഴിയുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കണം. എന്താ കാര്യം? യഹൂദ എന്ന വാക്കിൻ്റെ അർത്ഥം സ്തുതി എന്നാണ്. സ്തുതി എന്നാണ്. അവൻ യഹൂദ എന്ന വാക്കിൻ്റെ അർത്ഥം ആരാധന അഥവാ സ്തുതിക്കുന്നവൻ എന്നാണ്. ആരുടെ കൈയാണ് ശത്രുവിൻ്റെ കഴുത്തിലിരിക്കുന്നത്? ആരുടെ കരമാണ് ശത്രുവിനെ പിടിച്ചടക്കുന്നത്? ഒരു കാര്യം ശ്രദ്ധിക്കണം, നല്ലതുപോലെ ദൈവത്തെ ആരാധിക്കുന്ന ഒരുവനെ പിശാചിന് ബന്ധിക്കാൻ കഴിയത്തില്ല. ആരാധന ചെറുതായി കാണരുത്. പല ദൈവമക്കൾക്കും ആരാധന ഒരു അവഹേളനമാണ്, ആരാധന ഒരു അലങ്കോലമാണ്, ആരാധന ഒരു ശബ്ദ കോലാഹലമാണ്. നോ, ഒരിക്കലുമല്ല. ദൈവത്തെ ആരാധിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവം ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. തുടർന്ന് നമുക്ക് പഠിക്കാം, തുടർന്ന് നമുക്ക് ചിന്തിക്കാം. അത് മനസ്സിലാക്കി വേണമെങ്കിൽ രണ്ടാമത്തെ ദിവസം നിങ്ങൾ ദൈവത്തെ ആരാധിപ്പാനും ഈ ഉപവാസ പ്രാർത്ഥനയിൽ പങ്കെടുക്കുവാനും. ശ്രദ്ധിച്ചേ, യഹൂദയുടെ ചരിത്രം പഠിച്ചു വരുമ്പോൾ യഹൂദ എന്നും മുൻപിൽ നിന്ന് സ്തുതിക്കുന്നവനാ. യഹൂദയുടെ വാക്കിൻ്റെ അർത്ഥം സ്തുതി, ആരാധന എന്നാണ്. ആരാധിക്കുന്നവൻ എവിടെയാ പരാജയപ്പെട്ടിട്ടുള്ളത്? ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. അബ്രഹാമിൻ്റെ ഒരു ചരിത്രം കൂടി ഒന്ന് തൊടാം. അബ്രഹാം എവിടെ പോയാലും യാഗപീഠം അടിക്കുന്നൊരു സ്വഭാവമുണ്ട്. യാഗപീഠമടിക്കും. താൻ കൂടാരമടിക്കുന്നതിന് മുൻപേ യാഗപീഠമടിക്കുമായിരുന്നു. താനും തൻ്റെ കുടുംബവും പാർക്കാൻ. അവൻ ഭവനമല്ലടിക്കുന്നത്, കൂടാരമല്ലടിക്കുന്നത്. കൂടാരമടിക്കുന്നതിന് മുൻപേ അബ്രഹാം യാഗപീഠമടിക്കുമായിരുന്നു. ദൈവത്തെ ആരാധിക്കുന്ന യാഗപീഠമടിച്ച അബ്രഹാമിനെ ഭൂമിയിൽ വെച്ച് ഏറ്റവും സമ്പന്നനാക്കിയില്ലേ? ഇനി ആരാധന ചെറുതാണോ? എബ്രായ ബാലന്മാരായ ശദ്രക്ക്, മേശക്ക്, അഭേദനഗോവ്, ഈ ദൈവം ഞങ്ങളെ വിടുവിച്ചാലും ഇല്ലെങ്കിലും ദുഷ്ടപിശാചിനെ ഞങ്ങൾ ആരാധിക്കത്തില്ല, ഞങ്ങളുടെ ദൈവത്തെ ഞങ്ങൾ ആരാധിക്കൂ എന്ന് പറഞ്ഞ് ആരാധിച്ച ആമൻ എബ്രായ ബാലന്മാരെ ദൈവം ഉയർത്തിയില്ലേ? ഇവിടുത്തെ രാജാവിനെ മാത്രമേ നമസ്കരിക്കാവൂ എന്ന് വിധി എഴുതിയിട്ടും തമ്പുരാനെ ആരാധിച്ച ദാനിയേലിനെ ആ ദേശത്തെ പ്രധാന ദേശത്തിൻ്റെ അധിപതിയാക്കി മാറ്റിയില്ലേ? ആരാധന ചെറുതല്ലെന്നേ.
പൗലോസും ശീലാസും കയ്യിൽ കാരാഗൃഹത്തിൽ ചങ്ങലയിട്ട് ബന്ധിക്കപ്പെട്ട് ആമത്തിൽ പൂട്ടി അടക്കപ്പെട്ടപ്പോഴും ആരാധനയ്ക്ക് മടി കാണിക്കാതെ ആരാധിച്ച ആ ദൈവപുരുഷന്മാരെ ആരാധന നിമിത്തമല്ലേ ആ ദേശത്തും ആ കാരാഗൃഹത്തിലും ദൈവം ഉപയോഗിച്ചത്. ആരാധന ചെറുതല്ലെന്നേ, ആരാധന ചെറുതായി കാണരുതെന്നേ. ആരാധിക്കുന്നവന്റെ കൈ ശത്രുവിന്റെ കഴുത്തിലാണ്. ഈ ഫോർട്ട് കൊച്ചി പട്ടണത്തിൽ ദൈവം ഞങ്ങളെ നിർത്തിയതിന്റെ ഏക കാരണം എന്നാന്നറിയാമോ? ആരാധനയാണ്. തിയോളജി കൂടിയത് കൊണ്ടല്ല ദൈവം ഞങ്ങൾ ഇവിടെ നിർത്തിയത്. വചന പാണ്ഡിത്യമല്ല ദൈവം ഞങ്ങൾ ഇവിടെ നിർത്തിയത്. ദൈവം നിർത്തിയതിന്റെ ഒന്നാമത്തെ കാരണം ആരാധനയാണ്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവജനമേ, നിങ്ങൾ ഒരിക്കൽ ഈ മെസ്സേജ് കേൾക്കുന്നത് വാഹനത്തിലിരുന്നാകാം. ഒരു പക്ഷെ നിങ്ങൾ ഈ മെസ്സേജ് കേൾക്കുന്നത് നിങ്ങളുടെ ബെഡ്റൂമിനകത്തിരുന്നാകാം. അവൻ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കരമടിച്ച് ദൈവത്തെ ആത്മാവിൽ ആരാധിക്കാൻ തയ്യാറാകുക. നിങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മേൽ അതിശക്തമായ ആത്മാവിന്റെ കൃപകൾ ഇന്ന് പകൽ ചലിച്ചു തുടങ്ങും. ആത്മാവിന്റെ കൃപയുടെ വ്യാപാരങ്ങൾ ഇന്ന് പകൽ ചലിച്ചു തുടങ്ങും. നിങ്ങൾ ഇരിക്കുന്ന മുറി ആരാധനയുടെ ഇടമാക്കി ദൈവം മാറ്റും. ഞാൻ എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. യഹൂദയുടെ പ്രത്യേകത, അവന്റെ കൈ ശത്രുവിന്റെ കഴുത്തിലാണ്. എന്നാൽ ഇവിടെ വായിച്ചേ, ന്യായാധിപന്മാരുടെ പുസ്തകം എന്നെടുത്ത് ന്യായാധിപന്മാർ 1-ാമത്തെ അധ്യായം വായിക്കുമ്പോൾ ന്യായാധിപന്മാരുടെ ചരിത്രം ആരംഭിക്കുകയാണ് കേട്ടോ. ഒത്നിയേൽ മുതൽ ശമൂവേൽ എന്ന് പറയുന്ന ആ വലിയ മനുഷ്യനായ 15 ന്യായാധിപന്മാരുടെ ചരിത്രം പഠിച്ചു വരുമ്പോൾ ദൈവം ആദ്യമായിട്ട് യുദ്ധത്തിന് പുറപ്പെടുവാൻ, യുദ്ധത്തിന് വിടാൻ ദൈവം തീരുമാനിച്ചത് ആരെയാണ്? അവർ ചോദിക്കുന്ന ന്യായാധിപന്മാരുടെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം. ദൈവത്തോട് ചോദിക്കും, ദൈവമേ, ഞങ്ങളിൽ ആരാണ് യുദ്ധത്തിന് പോകേണ്ടത്? ഞങ്ങൾ ആര് പോയി യുദ്ധത്തിന് പോകണം? അവിടെ 2-ാം വാക്യത്തിൽ ദൈവം തന്നെ പറയുന്നു, യഹൂദ പുറപ്പെടട്ടെ. ദൈവമക്കളെ, യഹൂദ പുറപ്പെടട്ടെ. ഒരു വാക്യം പരിശുദ്ധാത്മാവിൽ ഞാൻ ഇങ്ങനെ പറയുന്നു. ആമൻ, ഞാൻ 2 കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നു. ഒന്ന്, ആമൻ, ഹസസോൻ താമാർ എന്ന് പറയുന്ന ജാതികളുടെ പട്ടണം, അത് ഏൻഗതി എന്ന് പറയുന്ന ആട്ടിൻകുട്ടിയുടെ ഉറവയായ പട്ടണം, ജാതികൾ കൈവശമാക്കി വെച്ച പട്ടണം, അവൻ ദുഷ്ടപിശാച് കൈവശമാക്കി അടക്കം വെച്ച പട്ടണം ദൈവം ഒരുവനെ ഏൽപ്പിക്കാൻ തീരുമാനിച്ചു. ആടകയിലാ ദൈവം കൊടുത്തത്, യഹൂദയുടെ കയ്യിൽ. എന്താണ് യഹൂദയുടെ പ്രത്യേകത? യഹൂദയുടെ പ്രത്യേകത, അപ്പൻ അവനെ അനുഗ്രഹിച്ചപ്പോൾ ഇങ്ങനെ പറയുന്നു, അവൻ ശത്രുവിന്റെ കഴുത്തിൽ യഹൂദയുടെ കൈയിരിക്കും. അപ്പൊ ആരുടെ കയ്യിലാ ദൈവം അത് കൊടുത്തത്? എവിടെയാണോ ശത്രു ഉള്ളത്, എവിടെയാണോ ശത്രുവിന്റെ കഴുത്തിൽ കൈപിടിച്ചിരിക്കുന്നത്, അവനെയാണ് ദൈവം അവൻ പട്ടണമേൽപ്പിച്ചത്. ആ പട്ടണം ഇപ്പോൾ ആരുടെ കയ്യിലാണ്? യഹൂദയുടെ കയ്യിലാണ്. ആ യഹൂദയുടെ പ്രത്യേകത എന്ത്? യഹൂദ എന്ന വാക്കിന്റെ അർത്ഥം സ്തുതി എന്നാണെന്ന് ഞാൻ പറഞ്ഞു. എന്നാ ശ്രദ്ധിച്ചേ, അവൻ ആ യഹൂദ പുറപ്പെടട്ടെ. ആര് വേണം യുദ്ധത്തിന് പോകാൻ? ദൈവത്തോട് ചോദിച്ചപ്പോൾ ദൈവം പറയുന്നു, മറ്റാരും പോവരുത്. രൂബേൻ ഗോത്രം പോവരുത്, ഗാദ്യന്യർ പോവരുത്, ആമൻ ആശേർ ഗോത്രം പോവരുത്. ആദ്യം പോകേണ്ടത് യഹൂദ ഗോത്രമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചേ, ഒരു യുദ്ധം നടക്കുമ്പോൾ ആ യുദ്ധത്തിൽ ആമൻ വീരന്മാർ ആദ്യം പുറപ്പെട്ടു പോയി ആദ്യം ശത്രുവിനെ കീഴടക്കുന്നത് പോലെ ഒരു യുദ്ധം തന്ത്രം പഠിച്ച, യുദ്ധതന്ത്രം മെനഞ്ഞ് പഠിച്ച് യുദ്ധം ചെയ്യാൻ റെഡിയായി മുന്നോട്ട് പോകുന്ന ഒരു യുദ്ധവീരനായ കുറച്ചു പേർ മുന്നോട്ട് പോയി ശത്രുവിനെ പരാജയപ്പെടുത്തി മുന്നോട്ട് പോകുന്നത് പോലെ ദൈവം പറയുന്നു, ആമൻ ഇവിടെ യുദ്ധം ചെയ്യാൻ മുന്നോട്ട് പോകേണ്ടത് മറ്റാരുമല്ല, യുദ്ധം ചെയ്യാൻ പോകേണ്ടത് യഹൂദയാണ്. ശ്രദ്ധിച്ചേ, ആമൻ ശത്രു യുദ്ധത്തിന് സന്നാഹമായി നിൽക്കുമ്പോൾ നിനക്കും നിന്റെ കുടുംബത്തിനുമെതിരെ ശത്രു ആമൻ ചില കാര്യങ്ങൾ മെനഞ്ഞ് നിന്നെ പരാജയപ്പെടുത്താൻ മുന്നിൽ നിൽക്കുമ്പോൾ ദൈവം പറയുന്നു, യഹൂദ പുറപ്പെടട്ടെ. ആര് പുറപ്പെടണം? അവരെ ജയിക്കാൻ ചില വഴികൾ തുറക്കപ്പെടാൻ യഹൂദ പുറപ്പെടട്ടെ. എന്താണ് യഹൂദ? സ്തുതിക്കുന്ന ആരാധിക്കുന്നവൻ ആദ്യം പുറപ്പെടട്ടെ. ആരാധിക്കാൻ മുന്നോട്ട് പോകുന്നവൻ ആദ്യം മുന്നോട്ട് പോട്ടെ. ആത്മാവിൽ കുതിച്ച് നൃത്തം ചെയ്യുന്നവൻ ആദ്യം പോകട്ടെ. അവൻ മുന്നിൽ പോയാൽ പുറകിൽ പരാജയമല്ല. ഒരു ദൂതാത്മാവിൽ ഞാൻ പറയുന്നു, അവൻ കുടുംബത്തിന്റെ അകത്ത് ആരാധിക്കുന്നവൻ മുന്നിൽ നിൽക്കട്ടെ, സഭയിൽ ആരാധിക്കുന്നവൻ മുന്നിൽ നിൽക്കട്ടെ, ലീഡർ
ഫെലോഷിപ്പിൽ ആരാധിക്കുന്നവൻ മുന്നിൽ നിൽക്കട്ടെ. കമ്മിറ്റിക്കകത്ത് ആരാധിക്കുന്നവൻ മുന്നിൽ നിൽക്കട്ടെ. അവൻ കാശുള്ളവനല്ല മുന്നിൽ നിൽക്കേണ്ടത്, കഴിവുള്ളവനല്ല മുന്നിൽ നിൽക്കേണ്ടത്. അവൻ മുന്നിൽ നിൽക്കേണ്ടത് സ്തുതിക്കുന്ന യഹൂദയത്രേ മുന്നിൽ നിൽക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് മടങ്ങി വരാം. അവൻ ദൈവം പറയുന്നത് യഹൂദ പുറപ്പെടട്ടെ, യഹൂദ പുറപ്പെടട്ടെ. ദൈവമക്കളെ, കാലങ്ങൾ മാറിക്കഴിഞ്ഞു കേട്ടോ. ഇപ്പോൾ അവൻ ഉൽപ്പത്തി പുസ്തകം 14 തൊട്ട് നിങ്ങൾ ശ്രദ്ധിച്ചു പഠിച്ചു. 14-ാം അധ്യായത്തിൽ ജാതികളുടെ പട്ടണം, ആ പട്ടണം ദൈവം കൊണ്ടുവന്ന് അബ്രഹാമിൻ്റെ കാലത്ത് അബ്രഹാമിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. അത് കഴിഞ്ഞ് അവൻ ദൈവം ജോഷുവയുടെ നേതൃത്വത്തിൽ അളന്നുകൊടുത്തപ്പോൾ അത് യഹൂദയ്ക്ക് കൊടുക്കുന്നു. എന്താണ് യഹൂദയുടെ പ്രത്യേകത എന്ന് ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ചു. എന്നാൽ കാലങ്ങൾ കഴിഞ്ഞു. സ്തുതിക്കുന്ന യഹൂദയ്ക്ക് കിട്ടിയ ഈ ഏൻഗതി എന്ന് പറയുന്ന ഈ പട്ടണം ഇപ്പോൾ കാലങ്ങൾ മാറി, അന്തരീക്ഷങ്ങൾ മാറി. 1 ശമൂവേലിന്റെ പുസ്തകം അവൻ 23-ാം അധ്യായം അതിൻ്റെ 29-ാം വാക്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. ആമേൻ. 1 ശമൂവേൽ 23 അതിൻ്റെ 29-ാമത്തെ വാക്യം. ആ വാക്യം ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. ദാവീദോ അവിടം വിട്ട് കയറിപ്പോയി ഏൻഗദിയിലെ ദുർഗങ്ങളിൽ ചെന്ന് പാർത്തു. ഇപ്പോൾ ഏൻഗതി എന്ന് പറയുന്ന ആട്ടിൻകുട്ടിയുടെ ഉറവയായ, സ്തുതിക്കുന്നവന്റെ കയ്യിലേൽപ്പിച്ച, ആരാധിക്കുന്നവന്റെ കയ്യിലേൽപ്പിച്ച, ആമൻ ആമൻ ജമൻ ആമൻ യുദ്ധം ചെയ്ത് പിടിക്കാൻ കഴിവുള്ളവന്റെ കയ്യിൽ ഏൽപ്പിച്ച ഏൻഗതി എന്ന് പറയുന്ന ഈ പട്ടണം ദാവീദിന്റെ കാലം വന്നപ്പോ ദുർഗങ്ങളായി മാറി. എന്ന് വെച്ചാൽ എന്നെ പറ്റിയെന്നറിയാമോ? ആമൻ നമുക്കറിയത്തില്ലേ? ആമൻ നമ്മൾ കേട്ടിട്ടില്ലേ? കുറ്റവാളികൾ പോയി ഒളിച്ചിരിക്കുന്ന സ്ഥലം ആമൻ അതുപോലൊരു സ്ഥലമാക്കി പിശാച് അതിനെ മാറ്റിക്കളഞ്ഞു. എന്താണ് ഏൻഗതിയുടെ അർത്ഥം? ആട്ടിൻകുട്ടിയുടെ ഉറവ. ആമൻ. നൂറുകണക്കിന്, ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന് ആടുകൾ ആമൻ ഉറവിൽ നിന്നും വെള്ളം കുടിക്കേണ്ട ഏൻഗതി ഇപ്പോൾ ദുർഗമാക്കി പിശാച് മാറ്റി. ഇത് സഭയുടെ ചരിത്രമാണ്, ഇത് കുടുംബത്തിന്റെ ചരിത്രമാണ്. കഴിഞ്ഞ കാലങ്ങളിൽ ആട്ടിൻകുട്ടിയുടെ ഉറവ പോലെ ആമൻ ഒഴുകിക്കൊണ്ടിരുന്ന ഉറവയായ നിന്റെ ഭവനത്തെ പിശാച് ദുർഗമാക്കി മാറ്റിയില്ലേ? സന്ധ്യ പ്രാർത്ഥനയ്ക്ക് ആരാധിച്ച് തകർത്ത് നൃത്തം ചെയ്ത് അന്യഭാഷയിൽ ആരാധിച്ചുകൊണ്ടിരുന്ന ഒരു ഉറവയായ ഏൻഗതി എന്ന് പറയുന്ന നിന്റെ ഭവനത്തെ പിശാച് ദുർഗമാക്കി മാറ്റിയില്ലേ? തിരിച്ചു പിടിക്കുന്ന ഒരു ദൈവകൃപ ഈ 2-ാമത്തെ ദിവസം വ്യാപരിക്കട്ടെ. മടങ്ങി വരാം. അവൻ 1 ശമൂവേൽ 24-ാം അധ്യായം അതിന് 1-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ വായിക്കുന്നുണ്ട്. ആമൻ. ദാവീദ് ആമൻ ശൗല് ഫെലിസ്ത്യരെ ഓടിച്ചു കളഞ്ഞിട്ട് മടങ്ങി വന്നപ്പോൾ ദാവീദ് ഏൻഗതി മരുഭൂമിയിലുണ്ടെന്ന് അറിവ് കിട്ടി. ഇപ്പോൾ അത് ഡ്രൈ ആയി മാറി, അത് മരുഭൂമിയായി മാറി. എനിക്കറിയാം, കാലങ്ങൾക്ക് മുമ്പേ ആമൻ ഉറവ പോലെ ആമൻ നീന്തി തുടിച്ച് നരിയാണിയോളമല്ല, മുട്ടോളമല്ല, അരയോളം പോരാ എന്ന് പറഞ്ഞ് നീന്തി തുടിച്ചാരാധിച്ച് ദൈവമഹത്വം കണ്ട പല സഭകളും ഇന്ന് മരുഭൂമിക്ക് തുല്യമായി മാറി. ആട്ടിൻകുട്ടിയുടെ ഉറവയായ ഏൻഗതി ഇപ്പോൾ എന്നാ പറ്റി? ഏൻഗതി ഇതാ മരുഭൂമിക്ക് തുല്യമായി. ദൈവസഭകൾ മരുഭൂമിക്ക് തുല്യമായി. ആമൻ ആരാധനയില്ല, ആമൻ ദൈവപ്രവൃത്തിയില്ല. ആത്മാവിന്റെ പ്രവൃത്തികളെ മരിപ്പിച്ചു കളഞ്ഞ സഭ. അല്ലെങ്കിൽ ഒരുവൻ ആത്മാവിൽ ആരാധിക്കാൻ എഴുന്നേറ്റാൽ, ഒരുവൻ ആത്മാവിൽ നീന്തി തുടിക്കാൻ എഴുന്നേറ്റാൽ അവനെതിരെ ആമൻ കരഘോഷങ്ങളുമായി എഴുന്നേൽക്കുന്ന ഒരുപറ്റം ആത്മീയ ഗുണ്ട നേതാക്കന്മാർ ആമൻ നമ്മുടെ ആലയങ്ങളിൽ, നമ്മുടെ ആത്മീയ ഗോളത്തിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ നമ്മുടെ ആത്മീയ ഗോളം മുഴുവൻ മരുഭൂമിയായി മാറിയെങ്കിൽ ഈ 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിൽ ആത്മാവിൻ ഞാൻ പറയട്ടെ, മരുഭൂമികൾ മാറി ഒരു നീരൊഴുക്കിന്റെ ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന് ആടുകൾക്ക് വെള്ളം കുടിക്കുന്ന ഉറവയാക്കി ദൈവസഭകളെ, കുടുംബങ്ങളെ ദൈവം മാറ്റട്ടെ എന്ന് ഞാൻ ആത്മാവിൽ ദൂത് പറയുന്നു. തിരിച്ചു വരാ. ആമൻ ആമൻ 2 തിരുവൃത്താന്തം 20-ാം അധ്യായം 1-ാമത്തെ വാക്യം. അവൻ അവിടെ ഇങ്ങനെ പറയുന്നു. അതിന്റെ ശേഷം മോബാബിയരും അമോന്യരും അവരോടുകൂടെ മെയൂന്യരും ചിലരും യഹോശാഫാത്തിന്റെ നേരെ യുദ്ധത്തിന് വന്നു. 2-ാം വാക്യം. അവരെവിടെയാ യുദ്ധത്തിന് വന്നത്? ചിലർ വന്ന് യഹോശാഫാത്തിനോട്, വലിയൊരു ജനസമൂഹം കടലക്കരെ നിന്നു, അരാമിൽ നിന്ന് നിന്റെ നേരെ വരുന്നു. ഇതാ അവർ ഏൻഗതി എന്ന അസ്വസോൻ താമാറിലുണ്ട്. ഇപ്പോൾ ഏൻഗതി എന്ന് പറയുന്ന അസ്വസോൻ താമാര്
എന്തായി മാറി? യുദ്ധക്കളമായി മാറി. യഹോശാഫാത്തിന്റെ നേരെ യുദ്ധത്തിന് വന്നിരിക്കുന്ന ഇടം ഏൻഗതിയിലാണ്. ഞാൻ ആദ്യം പറഞ്ഞു, ആ ഉറവയെന്ന സ്തുതിക്കുന്ന യഹൂദക്ക് കൊടുത്ത ഏൻഗതി പിശാച് എന്താക്കി? ആരംഭത്തിൽ ദുർഗമാക്കി. രണ്ടാമത് അതിനെ മരുഭൂമിയാക്കി മാറ്റി. 3 അത് യുദ്ധക്കളമായി മാറി. ഇത് സഭയുടെ ചരിത്രമല്ലേ? പല സഭകളിലും ഇന്ന് ആരാധനയല്ല, യുദ്ധമല്ല നടക്കുന്നത്, സാക്ഷ്യത്തിലൂടെ യുദ്ധം, ആമൻ കമ്മിറ്റിയുടെ അകത്ത് യുദ്ധം എന്ന് വേണ്ട പലതരത്തിലും യുദ്ധങ്ങൾ മാത്രം നടക്കുമ്പോൾ ഈ പകൽ പരിശുദ്ധാത്മാവിനെ ഞാൻ വിളിച്ചു പറയുന്നു, ആ യുദ്ധം മാറിയേ പറ്റൂ. യുദ്ധം മാറി ആത്മാവിൻ്റെ നീരൊഴുക്ക് ഇതിനകത്തുണ്ടായേ പറ്റൂ. ഇന്ന് പകൽ ഒരു ഒഴുക്കിൻ്റെ ദിവസമാക്കി ദൈവം തീർക്കട്ടെ. ആ ആമൻ അന്തരീക്ഷം മാറാൻ എന്താ ചെയ്യേണ്ടത്? നമുക്ക് 1-2 വാക്യങ്ങൾ വായിക്കണം. അവൻ 20-ാമത്തെ അധ്യായം അതിന് 3-ാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചേ. 20-ാം അധ്യായം അതിന് 3-ാമത്തെ വാക്യം. യഹോശാഫാത്ത് ഭയപ്പെട്ടു, യഹോവയെ അന്വേഷിപ്പാൻ താല്പര്യപ്പെട്ടു. ദൈവമക്കളെ, ഈ 2-ാമത്തെ ദിവസത്തെ ആത്മാവിന്റെ ദൂത് നിങ്ങൾ കേൾക്കുക. അവൻ 3 കാര്യങ്ങൾ ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു. 1 ദുർഗമായി പോയ സ്ഥലം, 2 മരുഭൂമിയായി പോയ സ്ഥലം, 3 യുദ്ധക്കളമായി പോയ സ്ഥലം. ഈ 3 അവൻ അന്തരീക്ഷങ്ങളാക്കി പിശാച് മാറ്റിക്കളഞ്ഞ ഈ സ്ഥലം തിരിച്ചു പിടിക്കാൻ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം എന്നാണെന്നറിയാമോ? യഹോശാഫാത്ത് ചെയ്തത്, താൻ യഹോവയെ അന്വേഷിപ്പാൻ തീരുമാനിച്ചു. ഒരൊറ്റ ദൂത് പരിശുദ്ധാത്മാവി പറയട്ടെ, നമ്മുടെ മരുഭൂമി മാറാൻ, നമ്മുടെ ദുർഗം മാറാൻ, നമ്മുടെ ആമൻ സ്തോത്ര ആമൻ നമ്മുടെ യുദ്ധക്കളം മാറാൻ ഒറ്റ കാര്യം, യഹോവയെ അന്വേഷിക്കുക. ആമൻ ദാവീദ് പറയുന്നു, ഞാൻ അതിരാവിലെ ഞാൻ യഹോവയെ അന്വേഷിക്കും. വരണ്ട സ്ഥലത്ത് ഞാൻ എൻ്റെ ദൈവത്തെ അന്വേഷിക്കും. ഒരു ദൂത് തിരിച്ചു പറയുന്നു, യഹോവയെ അന്വേഷിക്കുന്ന ഒരു തലമുറ എഴുന്നേറ്റാൽ അവൻ വരണ്ട അവസ്ഥ ദൈവം മാറ്റും. അവൻ 20-ാം അധ്യായം 6-ാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചേ. 2 ദിനവൃത്താന്തം 20:6. 1 താൻ യഹോവയെ അന്വേഷിപ്പാൻ തുടങ്ങി. 2 അവൻ ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവേ, നീ സ്വർഗസ്ഥനായ ദൈവമല്ലോ, നീ ജാതികളുടെ സകല രാജ്യങ്ങളെയും ഭരിക്കുന്നുവല്ലോ, ആർക്കും എതിർപ്പാൻ കഴിയാത്ത ശക്തിയും പരാക്രമവും നിനക്കുണ്ട്. 1 യഹോവയെ അന്വേഷിക്കാൻ തുടങ്ങി. 2 സംഭവിച്ച 2-ാമത്തെ കാര്യം എന്നാന്നറിയാമോ? യഹോശാഫാത്ത് സമ്മതിച്ചു. എന്താ സമ്മതിച്ചത്? യഹോശാഫാത്ത് പറഞ്ഞു, എനിക്ക് ശക്തിയില്ല, എനിക്ക് കഴിവില്ല. ഞങ്ങൾക്ക് കഴിവില്ല, പക്ഷെ നിനക്ക് കഴിവുണ്ട്. ദൈവമക്കളെ, ഇന്ന് പകൽ ആത്മാവിൽ ഒന്ന് ശ്രദ്ധിച്ച് 1 യഹോവയെ അന്വേഷിപ്പാൻ തുടങ്ങി. 2 സ്വയം യഹോശാഫാത്ത് പറഞ്ഞു, ഈ മരുഭൂമി മാറണമെങ്കിൽ, ഈ ദുർഗം മാറണമെങ്കിൽ, യുദ്ധക്കളം മാറണമെങ്കിൽ എനിക്ക് കഴിവുണ്ടെന്ന് പറഞ്ഞത് കൊണ്ട് കാര്യമില്ല, എനിക്ക് എന്തൊക്കെയോ ഒക്കുമെന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ഞാൻ സമ്മതിക്കുന്നു, എനിക്ക് കഴിവില്ല. 3 ആമേൻ അതിൻ്റെ 20-ാമത്തെ വാക്യം, ഒരു ഉപവാസം പ്രസിദ്ധപ്പെടുത്തി. ആ വാക്യം ശ്രദ്ധിക്കണം. യഹോശാഫാത്ത് ഭയപ്പെട്ട് യഹോവയെ അന്വേഷിപ്പാൻ താല്പര്യപ്പെട്ടു. യഹൂദയിലൊക്കെയും ഒരു ഉപവാസം പ്രസിദ്ധപ്പെടുത്തി. 3 വാക്യങ്ങൾ ദൈവമക്കൾ ശ്രദ്ധിക്കണമേ. ആമേൻ യുദ്ധക്കളം മാറാൻ, മരുഭൂമി മാറാൻ ആമൻ ചെയ്യേണ്ട 1-2 കാര്യങ്ങൾ ആത്മാവിൽ പറഞ്ഞു. 1 യഹോവയെ അന്വേഷിപ്പാൻ തുടങ്ങി. 2 അവര് പറഞ്ഞു, ഞങ്ങൾക്ക് കഴിവില്ല, നിനക്ക് കഴിവുണ്ടെന്ന് പറഞ്ഞു. 3 ഒരു ഉപവാസം പ്രസിദ്ധപ്പെടുത്താൻ തുടങ്ങി. എന്നാൽ 20-ാം അധ്യായം 12-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 20-ാം അധ്യായം 12-ാമത്തെ വാക്യം, ഞങ്ങളുടെ ദൈവമേ, നീ അവരെ ന്യായം വിധിക്കയില്ലയോ? ഞങ്ങളുടെ നേരെ വരുന്ന ഈ വലിയ സമൂഹത്തോട് എതിർപ്പാൻ ഞങ്ങൾക്ക് ശക്തിയില്ല. ആദ്യം പറഞ്ഞു എനിക്ക് ശക്തിയില്ല, രണ്ടാമത് പറയുന്നു ഞങ്ങൾക്ക് ശക്തിയില്ല. അവൻ ശ്രദ്ധിക്കുക, മരുഭൂമി മാറാൻ, യുദ്ധം മാറാൻ, ശത്രു പരാജയപ്പെടാൻ ഒരൊറ്റ കാര്യം ചെയ്താൽ മതി. ഇന്ന് പകൽ നീ ഇരിക്കുന്നിടത്ത് പറ, ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവജന എവിടെ ഇരുന്നാണോ കേട്ടുകൊണ്ടിരിക്കുന്നത് അവിടെ ഇരുന്ന് പറ, കർത്താവേ, ഇന്നു മുതൽ ഞാൻ അങ്ങയെ അന്വേഷിക്കാൻ തുടങ്ങുന്നു, അങ്ങയെ അന്വേഷിക്കാൻ തുടങ്ങുന്നു. എൻ്റെ കുടുംബത്തിനകത്തെ യുദ്ധക്കളം മാറുവാൻ, എൻ്റെ സഭക്കകത്ത് യുദ്ധക്കളം മാറുവാൻ, എൻ്റെ ബിസിനസ്സിനകത്ത് യുദ്ധം മാറുവാൻ, ആ മരുഭൂമി മാറുവാൻ ഞാൻ ഇപ്പോൾ സമ്മതിക്കുന്നു. ഞാൻ അങ്ങയെ അന്വേഷിപ്പാൻ തുടങ്ങുന്നു.
എനിക്ക് കഴിവില്ല എന്ന് ഞാൻ സമ്മതിക്കുന്നു. ഞങ്ങൾക്ക് കഴിവില്ല എന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു. ഞങ്ങൾ ഉപവസിക്കാൻ തീരുമാനിക്കുന്നു. ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തീരുമാനിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ യുദ്ധക്കളം മാറ്റണമേ. ശ്രദ്ധിച്ചേ, ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് നിങ്ങൾ തിരിച്ചറിയണം. മരുഭൂമിയും ദുർഗവും യുദ്ധക്കളമായ ഏൻഗതി ഇപ്പോൾ എന്തായെന്ന് നിങ്ങൾ ഒരു വാക്യം ശ്രദ്ധിക്കണം. 14-15 വാക്യങ്ങൾ ഒന്ന് വായിച്ചാൽ മതി. 14-15. അപ്പോൾ സമാമധ്യം വെച്ച് യഹോവയുടെ ആത്മാവ് ആസാവിന്റെ പുത്രന്മാരിൽ മത്തന്യാവിന്റെ മകനായ യഹീലിന്റെ മകനായ ബെനിയാവിന്റെ മകനായ സക്രിയാവിന്റെ മകൻ യഹനിയേൽ എന്ന ഒരു ലേവിയന്റെ മേൽ വന്നു. ദേ നോക്കിക്കേ, മരുഭൂമി മാറാൻ തുടങ്ങി. അവൻ ദൈവശബ്ദമില്ലാതെ ഉണങ്ങി വരണ്ട് മരുഭൂമിയായി ദുർഗമായി യുദ്ധക്കളമായി പോയ ആ സ്ഥലത്ത് യഹോവയുടെ ആത്മാവ് ചലിക്കാൻ തുടങ്ങി. ഇതൊരു ദൂതാണ് കേട്ടോ. എത്ര മരുഭൂമി മാറാനും ഒരു കാര്യം ആത്മാവിൽ ചെയ്താൽ മതി. എനിക്ക് കഴിവില്ലെന്ന് പറഞ്ഞങ്ങ് സറണ്ടർ ചെയ്താൽ മതി. ഞങ്ങൾക്ക് കഴിവില്ലെന്ന് പറഞ്ഞ് സറണ്ടർ ചെയ്യാൻ ആര് തയ്യാറാകുമോ അവിടെ എനിക്ക് വേണ്ടി നിനക്ക് വേണ്ടി എഴുന്നേൽക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ദൈവസഭ തിരിച്ചറിയണം. തീർന്നില്ല. അതിൻ്റെ 21-22 വാക്യങ്ങൾ കുറെ കൂടി വ്യക്തമാണ്. 21-22 വാക്യങ്ങൾ. പിന്നെ അവൻ ജനത്തോട് ആലോചിച്ചിട്ട് വിശുദ്ധ വസ്ത്രാലങ്കാരം ധരിച്ച് സൈന്യത്തിൻ്റെ മുമ്പിൽ നടന്നുകൊണ്ട് വാഴ്ത്തുവാനും യഹോവയെ സ്തുതിക്കുവാനും അവൻ്റെത് എന്നേക്കുമുള്ളതല്ലോ എന്ന് ചൊല്ലുവാനും യഹോവയ്ക്ക് സംഗീതക്കാരെ നിയമിച്ചു. യുദ്ധക്കളം മാറാൻ, മരുഭൂമി മാറാൻ, ദുർഗം മാറാൻ ഒരു കാര്യം കൂടി ചെയ്തു. അവർ പാടി ആരാധിക്കാൻ തുടങ്ങി. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, ആരാധന ചെറുതല്ല. ഏത് മരുഭൂമിയും മാറും, ഏത് ദുർഗവും മാറും, ഏത് യുദ്ധക്കളവും മാറും. ഒറ്റ കാര്യം ചെയ്തു, അവർ ദൈവത്തെ ആരാധിച്ചു. ആരാധിച്ചപ്പോൾ എന്നാ സംഭവിച്ചത്? 22-ാമത്തെ വാക്യം. അവർ പാടി സ്തുതിച്ചു തുടങ്ങിയപ്പോൾ യഹൂദയ്ക്ക് വിരോധമായി വന്ന അമോന്യരെയും മോബാബേരുടെയും സേയ് പർവ്വതക്കാരുടെയും നേരെ പതിയിരിപ്പുകാരെ വരുത്തി. അങ്ങനെ അവർ തോറ്റുപോയി. ഉപവാസം പ്രസിദ്ധപ്പെടുത്തി. യഹോവയെ അന്വേഷിപ്പാൻ തുടങ്ങി. ഞങ്ങൾക്ക് കഴിവില്ലെന്ന് പറഞ്ഞു. വ്യക്തിപരമായി പറഞ്ഞു, എനിക്ക് കഴിവില്ലെന്ന് പറഞ്ഞു. ദൈവത്തെ പാടി ആരാധിക്കാൻ തുടങ്ങി. ഇത്രയും കാര്യം യഹോശാഫാത്ത് ചെയ്തപ്പോ ഏൻഗതിയിൽ ഹസസോന്താമാർ എന്ന് പറയുന്ന ആ സ്ഥലത്ത് യുദ്ധത്തിന് വന്ന് അണിനിരന്ന ശത്രു സൈന്യം മുഴുവൻ പരാജയപ്പെട്ടു പോയി. ഈ 2ാമത്തെ ദിവസം ആത്മാവിൽ ഞങ്ങളെ ലൈവിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവജനത്തോട് ആത്മാവിൽ ഞാൻ പ്രവചനദൂത പറയുന്നു, എവിടെയാണോ ശത്രു ഉയർന്നു നിൽക്കുന്നു എന്ന് തോന്നിയതോ അവിടെ അവന്റെ പരാജയം കാണാൻ പോകുകയാണ്. ഇതൊരു പ്രവചന ശബ്ദമാണ്. അതെ, ഏതൊക്കെയോ കുടുംബങ്ങളുടെ അകത്ത് ഇന്നലകളിൽ അവൻ വിജയിച്ച് നിന്നെങ്കിൽ, ഇന്നലകളിൽ അവൻ ഉയർന്നു നിന്നെങ്കിൽ, പരിശുദ്ധൻ പറയുന്നു ഇല്ല ഇല്ല ഇല്ല, ഇനി അവൻ ഉയരുകയില്ല. നീ ആരാധിക്കാൻ തുടങ്ങിയപ്പോൾ, നീ യഹോവയെ അന്വേഷിക്കാൻ തുടങ്ങിയപ്പോൾ, അവൻ എനിക്ക് കഴിവില്ലെന്ന് പറഞ്ഞപ്പോൾ, ഞങ്ങൾക്ക് കഴിവില്ലെന്ന് പറഞ്ഞപ്പോൾ, അവൻ ദൈവസന്നിധിയിൽ ഉപവസിക്കാൻ തീരുമാനിച്ചപ്പോൾ, നിനക്കെതിരെ എഴുന്നേറ്റ ശത്രുവിന്റെ മുമ്പിൽ അവൻ ദൈവം പതിയിരിപ്പുകാരെ വരുത്തി അവരെ പരാജയപ്പെടുത്താൻ ഈ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. അവസാനമായി 2 കാര്യം കൂടി പറഞ്ഞ് ഞാൻ ഈ വാക്ക് ചുരുക്കാൻ കേട്ടോ. മരുഭൂമി മാറണം. നമുക്കറിയാം, മരുഭൂമി എന്ന് പറയുന്നത് വളരെ ഡ്രൈ ആയ ഏരിയയാണ്. ആ ഡ്രൈ ആയ മരുഭൂമി മാറണമെങ്കിൽ ഒരു മഴ പെയ്തേ പറ്റൂ. ഒന്നെങ്കിൽ ഒരു മഴ പെയ്യണം, അല്ലെങ്കിൽ ഒരു നദി പുറപ്പെടണം. മരുഭൂമിയിലെ ഏകാന്തതയും ഡ്രൈനൻസും മാറണമെങ്കിൽ ഒരു നദി പുറപ്പെട്ടേ പറ്റൂ, അല്ലെങ്കിൽ ഒരു മഴ പെയ്തേ പറ്റൂ. അങ്ങനെയാണെങ്കിൽ പിശാച് കൊണ്ടുവന്നിട്ട മരുഭൂമി മാറാൻ ദൈവം ആഗ്രഹിക്കുന്ന ഒന്നുണ്ട്. എന്താണ്? ഒരു നദിയുണ്ട്.
ആ നദി ഒഴുകണം. ഏതാണ് ആ നദി? സങ്കീർത്തനം 46 ആമൻ ഒന്നിട്ട മോനെ 46 അതിന്റെ 4-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഒരു നദിയുണ്ട്, ഒരു നദിയുണ്ട്, ഒരു നദിയുണ്ട്. ഏതാണ് ആ നദി? ആമൻ സങ്കീർത്തനം 46 അതിന്റെ 4-ാമത്തെ വാക്യമാണ്. ഒരു നദിയുണ്ട്, അതിന്റെ തോടുകൾ ദൈവ നഗരത്തെ, അത്യുന്നതന്റെ വിശുദ്ധ നിവാസത്തെ തന്നെ സന്തോഷിപ്പിക്കുന്നു. ദൈവമക്കളെ, ഒരു നദിയുണ്ട്. ഏത് മരുഭൂമിയെയോ മലർവാടിയാക്കി തീർക്കുന്ന ഒരു നദിയുണ്ട്. ഏത് യുദ്ധക്കളത്തെയും മാറ്റുവാൻ, ഏത് ദുർഗത്തെയും മാറ്റുവാൻ ഒരു നദിയുണ്ട്, ഒരു നദിയുണ്ട്, ഒരു നദിയുണ്ട്. ആ നദി ഏതാണെന്ന് അറിയണ്ടേ? ദൈവം ഏദം പൂങ്കാവനം ഉണ്ടാക്കിയിട്ട്, ഏദം തോട്ടം ഉണ്ടാക്കിയിട്ട്, ഏദം നനക്കാൻ ദൈവം ഒരു നദിയെ പുറപ്പെടുവിച്ചു. ആ നദി 4 ശാഖയായി പുറപ്പെട്ടു. ആ നദി ഒഴുകി ചെന്നിടത്ത് മേൽത്തരമായ പൊന്നുകൾ ഉണ്ടായിരുന്നു. മേൽത്തരമായ ആമൻ ഗോമേധകം, ആമൻ നല്ല വിലപിടിപ്പുള്ള പൊന്ന്, വൈഡൂര്യം എന്നിത്യാദി കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ഏദം തോട്ടത്തിൽ ഏദം നനക്കാൻ പുറപ്പെട്ട നദി ആത്മാവിന്റെ നിഴലാണ്. ഇത് പരിശുദ്ധാത്മാവിന്റെ നിഴലാണ്. മരുഭൂമി മാറ്റുന്ന, ദുർഗം മാറ്റുന്ന, അവൻ യുദ്ധക്കളം മാറ്റുന്ന ഒരു നദി ഈ 2-ാമത്തെ ദിവസം ഇതിനകത്ത് പുറപ്പെട്ടു തുടങ്ങിയാണ്. യെസ്, എനിക്കറിയാം. ഒരു പക്ഷേ നിങ്ങൾ വീട്ടിലിരുന്ന് ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, അല്ല, നിങ്ങൾ വാഹനത്തിനകത്തിരുന്ന് ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, നിങ്ങൾ ഇരിക്കുന്നിടത്ത് നരിയാണിയോളമല്ല, മുട്ടോളമല്ല, അരയോളമല്ല നീന്തിയിട്ടല്ലാതെ കടപ്പാൻ കഴിയാത്ത ഒരാത്മാവിന്റെ പ്രവാഹം, ഒരാത്മാവിന്റെ നദി നിങ്ങളുടെ കൂടാരങ്ങളുടെ അകത്ത്, അല്ല, നിങ്ങൾ ഉൾക്കൊണ്ടുവരുന്ന ദൈവസഭക്കകത്ത് ഒഴുക്കാൻ എൻ്റെ ദൈവം വിശ്വസ്തനാണ്. ഒരു നദിയുണ്ട്, ഒരു നദിയുണ്ട്. ഏതാണ് ഈ നദി? യെഹെസ്കേൽ പ്രവചനം 47:1 മുതൽ വായിക്കുമ്പോൾ, ആലയത്തിന്റെ ഉമ്മരപ്പടിയുടെ കീഴെ നിന്ന് ഒരു നദി പുറപ്പെട്ടു, ഒരു നദി പുറപ്പെട്ടു. യെഹെസ്കേൽ പ്രവചനം 47:1 വാക്യം വായിക്കുമ്പോൾ ഒരു നദി പുറപ്പെട്ടു. നിങ്ങൾ ശ്രദ്ധിച്ചു വായിക്കണമേ. അവൻ എന്നെ ആലയത്തിന്റെ പ്രവേശനത്തിന്റെ മടക്കി കൊണ്ടുവന്നപ്പോൾ ആലയത്തിന്റെ ഉമ്മരപ്പടിയുടെ കീഴെ നിന്ന് വെള്ളം കിഴക്കോട്ട് പുറപ്പെടുന്നത് ഞാൻ കണ്ടു. സൗരങ്ങളെ, ഈ വാക്യം വായിക്കുമ്പോൾ ഒരു പ്രവചനം കൂടി പറയാം കേട്ടോ, ഒരു പ്രവചനം കൂടി പറയാം. ഈ ആലയത്തിന്റെ കിഴക്കോട്ട് പോകുന്ന വെള്ളം എങ്ങോട്ടാ പോകുന്നറിയാമോ? ആലയത്തിന്റെ കിഴക്ക്, യെരുശലേമിന്റെ കിഴക്ക് വസിക്കുന്നത് ആരാണെന്ന് അറിയണ്ടേ? അവിടെ താമസിക്കുന്ന ജാതികളാണ്. ഇസ്രായേലിന്റെ കിഴക്ക് പാർക്കുന്നത് ജാതികളാണ്, വിജാതീയരാണ്. ആമേൻ. അമോന്യർ, മിഥ്യാന്യർ, കിഴക്ക് ദേശക്കാർ. അവൻ കിഴക്ക് ദേശക്കാർ എന്ന് പറയുന്നത് ജാതികളാണ്. അപ്പോൾ ആലയത്തിന്റെ ഉമ്മരപ്പടിയിൽ നിന്നും ഈ വെള്ളം നേരെ കിഴക്കോട്ട് പോകുന്നു എന്ന് വെച്ചാൽ ജാതികളെ പോലും തൊടുന്ന രീതിയിൽ, വിജാതീയരെ പോലും ഈ നദി തൊടുന്ന രീതിയിൽ, മറ്റുള്ളവരെ പോലും ഈ നദി പിടിക്കത്തക്ക രീതിയിൽ അല്ല, അകത്തളത്തിൽ മാത്രമല്ല ഈ നദി പുറപ്പെടുന്നത്. ആലയത്തിനകത്താണെങ്കിലും ഈ നദി പുറപ്പെടുന്നത് പുറത്തേക്കാണ്. ദേശത്ത് പിടിക്കത്തക്കവണ്ണം, ദേശം മൂടത്തക്കവണ്ണം ഒരു നദി ഇതിനകത്തുനിന്ന് പുറപ്പെടുകയാണ്. ഓക്കെ, അടുത്ത വാക്യം പറയുന്നു, ആ നദി പുറപ്പെട്ട് കിഴക്കോട്ടൊഴുകി വരികയാണ്. അത് ഏതാണ് ഈ നദി? ഇത് ആത്മാവിന്റെ നദിയാണ്. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനത്തിനകത്ത് യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം അതിന് 37-ാം വാക്യം പറയുന്നു, ഉത്സവത്തിന് മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് വിളിച്ചു പറയുന്നു, ദാഹിക്കുന്ന ഏവനും എൻ്റെ അടുക്കൽ വരട്ടെ. തിരുവെടുത്ത് പറയുന്ന പോലെ ജീവജലത്തിന്റെ നദികൾ പുറപ്പെട്ടു വരും, ജീവജലത്തിന്റെ നദികൾ പുറപ്പെട്ടു വരും. ഏതാണ് ആ നദി? ഞാൻ ഒന്നുകൂടി പറയുക, ഏതാണ് ആ നദി? നിങ്ങളുടെ മരുഭൂമി മാറ്റാൻ, നിങ്ങളുടെ ദുർഗങ്ങളെ മാറ്റാൻ, നിങ്ങളുടെ യുദ്ധക്കളം മാറ്റാൻ ഒരു മരുഭൂമിയിൽ ഒരു യുദ്ധക്കളത്തിൽ ഒരു നദി പുറപ്പെടുന്നുണ്ട്. ആ നദി ഏതാണെന്നറിയണ്ടേ? ഇത് ആത്മാവിന്റെ നദിയാണ്, ഇത് പരിശുദ്ധാത്മാവിന്റെ നദിയാണ്. ഈ നദി പുറപ്പെടാൻ തുടങ്ങിയാൽ ഒരിക്കലും ദുഷ്ടപിശാചിന് നിങ്ങളെ ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല, ദുഷ്ടവ്യാപാരങ്ങൾക്ക് നിങ്ങളെ ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല. ഹല്ലേലൂയ.
ദൈവമക്കളെ, ഈ നദി ഒഴുകിയാലുള്ള പ്രത്യേകത എന്നാണെന്നറിയാമോ? ദൈവത്തിന്റെ വചനം പറയുന്നു, യെഹെസ്കേൽ 47:10 പറയുന്നു, ഈ നദി ഒഴുകി ചെല്ലുന്നിടത്ത് ധാരാളം മത്സ്യങ്ങൾ ഉണ്ടായി. അവിടുത്തെ മത്സ്യങ്ങൾ ഏറ്റവും വിലപിടിപ്പുള്ളതായിരുന്നു. അവിടുത്തെ മത്സ്യങ്ങൾ ഏറ്റവും വലിയ മത്സ്യങ്ങളായിരുന്നു. ഈ നദി ചെന്നിടത്ത് വലിയ മത്സ്യങ്ങൾ ഉണ്ടായിരുന്നു. അവസാനം നമ്മൾ വായിക്കുന്നത്, ഈ നദി ഒഴുകി ചെല്ലുന്നിടത്ത് വെള്ളം പഥ്യമായി തീർന്നു. ആത്മനദി ഒഴുകി ചെല്ലുന്നിടത്ത് മത്സ്യങ്ങൾ ഉണ്ടാകും, വലിയ മീനുകൾ ഉണ്ടാകും. എന്താണ് മീനിനെ കാണിക്കുന്നത്? മീനിനെ കാണിക്കുന്നത് ആത്മാക്കളെയാണ്. ഈ വെള്ളം ഒഴുകുന്നിടത്ത് ആത്മാക്കൾ വർദ്ധിച്ചുകൊണ്ടിരിക്കും. ഒരു മനുഷ്യനും തടുക്കാൻ കഴിയാത്തതുപോലെ ആത്മാക്കൾ ഇടിച്ചു കയറും. ഈ നദി ഒഴുകുന്നിടത്ത് ആത്മാക്കളുടെ കൂട്ടം വിടുവിക്കപ്പെടുവാനിടയാകും. ഈ നദി ഒഴുകി. ഏത് നദി? ദൈവത്തിൻ്റെ നദി. ഏതാണ് ആ ദൈവത്തിൻ്റെ നദി? ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നദി. ഞാനിവിടെ ഈ വാക്കുകൾ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു പ്രാവശ്യം കൂടി ആത്മാവിൽ ഞാൻ നിങ്ങളോട് ദൂത് പറയുന്നു. ആമേൻ, സ്തോത്രം. ഏൻ ഗതി എന്ന് പറയുന്ന, ഹസസോൻ താമാർ എന്ന് പറയുന്ന ജാതികളുടെ പട്ടണമായ പൈശാചിക മണ്ഡലങ്ങളാൽ നിറയപ്പെട്ട ആ പട്ടണം കുറച്ച് കഴിഞ്ഞപ്പോൾ ആട്ടിൻകുട്ടിയുടെ ഉറവയായി തീർന്ന ആ പട്ടണത്തെ യഹൂദയുടെ കയ്യിൽ ദൈവം ഏൽപ്പിച്ചു. ആരാണ് യഹൂദ? സ്തുതിക്കുന്നവനാണ് യഹൂദ. സ്തുതിക്കുന്നവന്റെ കയ്യിൽ, ആരാധിക്കുന്നവന്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ട ആ പട്ടണം, ആരാധിക്കുന്നവൻ പോയപ്പോൾ, സ്തുതിക്കുന്നവൻ പോയപ്പോൾ, വെറും പ്രകടനമായി മാറിയപ്പോൾ പിശാച് ദുർഗമാക്കി, മരുഭൂമിയാക്കി, യുദ്ധക്കളമാക്കി. അത് മാറാൻ ഒറ്റ വഴിയേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു നദി പുറപ്പെടണം. ആ നദി ഏത്? തോട്ടം നനപ്പാൻ ദൈവം അയച്ച ആ നദി. ഏതാണ് ആ നദി? ആലയത്തിന്റെ ഉമ്മരപ്പടിയുടെ കീഴിൽ നിന്നും കിഴക്കോട്ടൊഴുകിയ ആത്മാവിന്റെ നദി. ആ നദിയുടെ നടുവിൽ ഒരുത്തൻ ചരടം കൊണ്ടിറങ്ങി, ഒരു പ്രവാചകൻ ചരടം കൊണ്ടിറങ്ങി. അവൻ ഓർത്തു, ഈ നദി എൻ്റെ കയ്യിലെ ചരട് കൊണ്ടും അളന്നെടുക്കാമെന്ന് കരുതി. ഒരു പക്ഷേ ഇന്ന് പകൽ ഈ ദൂതി കേൾക്കുന്ന ആരെങ്കിലും ഒന്ന് ശ്രദ്ധിച്ചേക്കണം കേട്ടോ. ആത്മാവിന്റെ നദി ഒഴുകാൻ തുടങ്ങിയാൽ ഒരിക്കലും നിനക്കൊരിക്കലും മനുഷ്യന്റെ ചരട് വെച്ച് അളന്നെടുക്കാൻ കഴിയത്തില്ല. മാനുഷിക ചരട് വെച്ച് അളന്നെടുക്കാൻ കഴിയുന്നതല്ല ആത്മാവിന്റെ നദി എന്ന് തിരിച്ചറിയണം. എനിക്കറിയാം പലരും ഇപ്പോൾ ആരാധനയ്ക്കൊക്കെ അളവ് നിയമിക്കുകയാണ്. ഇത്ര ആരാധിച്ചാൽ മതി, ഇങ്ങനെയൊക്കെ ശുശ്രൂഷ ചെയ്താൽ മതി, ശുശ്രൂഷയ്ക്കൊക്കെ ഇങ്ങനെയൊക്കെ പോയാൽ മതി. പലതും ആത്മാവിൻ്റെ നദിക്കെതിരെ മാനുഷിക ചരടും കൊണ്ട് ആളുകൾ രംഗത്ത് വരുമ്പോൾ ആത്മാവ് ഞാൻ ദൂത് പറയുക, മാനുഷിക ചരടുകൾ ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ പൊട്ടിച്ചെറിയാൻ തയ്യാറാകുക. ആത്മാവിൻ്റെ നിയോഗത്തിനനുസരിച്ച് ഇറങ്ങാൻ തയ്യാറാകുക. ഒരു വലിയ ഒഴുക്ക് ദൈവം പകരാൻ പോകുന്നു. അവസാനമായി ശ്രദ്ധിക്ക്, ഈ യുദ്ധക്കളം മാറണമെങ്കിൽ ഒരു 3-4 കാര്യം ചെയ്തേ പറ്റൂ. ഒന്ന്, യഹോവയെ അന്വേഷിക്കാൻ തുടങ്ങി. 2, അവരുടെ ഉപവാസം പ്രസിദ്ധപ്പെടുത്തി. 3, ഞങ്ങൾക്ക് കഴിവില്ലെന്ന് പറഞ്ഞു. 4, എനിക്ക് കഴിവില്ലെന്ന് പറഞ്ഞു. ഇത്രയും കാര്യം ചെയ്തപ്പോ ദൈവം 10 ഇരിപ്പുകാരെ വരുത്തി. ദൈവം അവർക്ക് വേണ്ടി യുദ്ധം ചെയ്തു. ഈ ഉപവാസത്തിന്റെ 2ാമത്തെ ദിവസം നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ ദൈവമാഗതനായിട്ടുണ്ട്. സൈന്യങ്ങളുടെ യഹോവയാം ദൈവം യുദ്ധസന്നാഹമായി ഇന്ന് പകൽ ഇറങ്ങി വന്നിട്ടുണ്ട്. ഈ 2ാമത്തെ ദിവസം ഞങ്ങളുടെ കേൾവിക്കാരായ നിങ്ങളുടെ കൂടാരത്തിന്റെ അകത്ത്, നിങ്ങളുടെ ഭവനത്തിന്റെ അകത്ത് അല്ല, നിങ്ങളുടെ ഏതെല്ലാം മേഖലകൾ മരുഭൂമിയായിട്ടുണ്ടോ, ദുർഗമായിട്ടുണ്ടോ, യുദ്ധക്കളമായിട്ടുണ്ടോ, അത് മുഴുവൻ ആത്മാവിന്റെ നദിയാക്കി ഒഴുക്കാൻ എൻ്റെ ദൈവം വിശ്വസ്തനാണ്. നമ്മുടെ കണ്ണുകൾ ദൈവസനി അടക്കാം. ഈ ദൂത് നിങ്ങൾ ഏറ്റെടുക്കുക. ഞാൻ തുടക്കത്തിൽ ആരംഭത്തിൽ ഇങ്ങനെ പറഞ്ഞു, ഉൽപ്പത്തി 3 ശത്രുവിൻ്റെ വിജയഘോഷവും ദൈവജനത്തിന്റെ പരാജയവുമാണ്. എന്നാൽ ആ അധ്യായം അവസാനിപ്പിക്കുന്നത് ഒരു വാഗ്ദത്തം തന്നാണ്. സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കും. ശത്രു പരാജയപ്പെടാതെ നിന്റെ മുമ്പിൽ തലപൊക്കാതിരിപ്പാൻ നിനക്കൊരു വാഗ്ദത്തം തന്നാണ് ദൈവം നിന്നെ പുറത്തു കൊണ്ടുവന്നത്. ആ വാഗ്ദത്തം മുറുകെ പിടിച്ച്
നമുക്ക് മുന്നോട്ട് പോകാം. നമ്മുടെ കണ്ണുകളടയ്ക്കാം, നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവ് ബിജു ഇപ്പം മുന്നോട്ട് വന്ന് പ്രാർത്ഥിച്ച് ആമേൻ അവസാനിപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ആശീർവാദം പറയുന്നത് 21ാമത്തെ ദിവസമാണ്. അതുകൊണ്ട് ഇപ്പോൾ താൻ പ്രാർത്ഥിച്ച് ആമേൻ ഈ ദൂതിന് മുമ്പിൽ സമർപ്പിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും. ഞങ്ങൾ